ഹായ് ഓൾ, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അലിൻ ജോസ് പെരേരയും ഷാനിബയും അഭിലാഷുമാണ്. ഹായ്. നമസ്കാരം. നമ്മൾ ഇന്ന് ഇപ്പോൾ കൂടിയിരിക്കുന്ന എന്തിനായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അടുത്തായിട്ട് ഒരുപാട് വിവാദപരമായിട്ടുള്ള വീഡിയോകളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്, കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി അറിയാനായിരുന്നു. അതിനെപ്പറ്റി എന്താന്നുള്ളത് നമ്മളോടൊന്ന് പറയോ? അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് എന്താണ് തുടക്കം എന്നുള്ളത് ഞാൻ പറയാം. പെരേര അതിനെക്കുറിച്ചുള്ള തുടക്കം എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഞാനും പെരേരയും കൂടെ കൂടി, പെരേരയുടെ ഒരു സംവിധായകനുണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ പുതിയൊരു മൂവി തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ പെരേരനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊജക്റ്റ് വീണ്ടും ആരംഭിച്ചു. ഇവൻ്റെ ഒരു അലിയേട്ടൻ്റെ പെണ്ണ ആൻസി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഇവൻ്റെ അഭിനയം കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് വിളിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് അപ്പോൾ എന്നെയും കൂട്ടി. ബ്രൈറ്റ് വരണ്ടായിരുന്നു. അപ്പോൾ ബ്രൈറ്റിന് എന്താ തിരക്കുള്ളതുകൊണ്ട് ബ്രൈറ്റ് പോയി. അപ്പോൾ എന്നെയും കൂട്ടി ഞങ്ങളിങ്ങനെ തമ്മനത്തേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വിളിച്ചു, തമ്മനം വഴി വന്നപ്പോൾ ഒന്ന് വിളിച്ചു. കാരണം കോളനി മൂവിയിലെ ഒരു ആർട്ടിസ്റ്റാണ്. മസമന ഫാദിനാടിൻ്റെ പുതിയ മൂവിയുണ്ട്, കോളനിയിൽ നല്ലൊരു വേഷം ചെയ്താണ്. അതുപോലെ റിയാസ് ഖാൻ്റെ പടത്തിലൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു, എടി ഞങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ട്, വല്ല കടിഞ്ചായൊക്കെ ഉണ്ടാക്കി തരാണ്ട് കുടിച്ചിട്ട് വന്ന് തമാശയ്ക്ക് പറഞ്ഞു. അവർ ചേട്ടാ ഞാനിവിടെ ഉണ്ട്, അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങളൊന്ന് കയറിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശരി ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വന്നു, ഈ വീട്ടിൽ വന്നു, ഒരു ചായയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അലിൻ പെരേര അറിയാമല്ലോ, പുള്ളിക്കാരൻ അവിടെ ചെന്നുള്ള ഡാൻസിൻ്റെ റീൽസ് എടുക്കും. അതിപ്പോൾ വഴിയിൽ വെച്ച് ഏതെങ്കിലും പെൺകുട്ടീനെ കണ്ടാലും ഡാൻസ് കളിക്കും. അതുപോലെ ഞാനും അതെ. അത് ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചിട്ടല്ലായിരിക്കും ഡാൻസ് കളിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു സന്തോഷം, ഞങ്ങൾക്ക് ഒരു സന്തോഷം, അറിയാമല്ലോ. അത് അപ്പോൾ തന്നെ 1-2 വീഡിയോസ് ഞാൻ പിടിച്ചു എൻ്റെ വീഡിയോസ് ഇവനും പിടിച്ച്, അങ്ങനെ 1-2 പാട്ട് അതിൽ ആദ്യമേ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാനും ഇവിടെ തമ്മിലുള്ള ഒരു പാട്ടാണ്. റീൽസ് അപ്ലോഡ് ചെയ്തു, പിന്നെ ഇവൻ്റെ ചെയ്തു. അപ്പം ഒരു വൈകിട്ട് സമയത്ത് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കാക്കനാട് ക്ഷേത്രത്തിൽ. പരിപാടിക്ക് പോയപ്പോൾ ജംഗ്ഷനിൽ വെച്ച് ഞാൻ, ബ്രൈറ്റ്, നിഷ ബീസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടുക്കിയിലുള്ള ഒരു കുട്ടി മായ എന്ന് പറഞ്ഞ് അസോസിയേറ്റ് ആയിട്ട് ചെയ്ത് ക്രൂ ആണ്. അപ്പൊ എന്റെ പ്രോഗ്രാം കൊണ്ട് ഇവർ അടുത്തല്ലേ, കാക്കനാടല്ലേ, എല്ലാവരും വന്നു കാണാനായിട്ട് വന്നു. അപ്പൊ ഇവരും കൂടി അതിനകത്തൊരു ആദരവ് പോലെ അവർ ആദരിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ പെരേരനൊക്കെ. അപ്പൊ അവിടെ വന്നപ്പോൾ പെട്ടെന്ന് പെരേര ഫോൺ എടുത്തിട്ട് ഒരു വോയിസ് കേൾപ്പിച്ച് തരിക. വോയിസിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വോയിസാണ്. ഇതാരാ ഇത്? ഈ കുട്ടിയുടെ കൂടെ എന്തിനാ ഡാൻസ് കളിച്ചത്? കുട്ടിയെന്നല്ല വിളിച്ചത്, വേറെ ഇവളുടെ കൂടെ ആരാ കളിച്ചത്? ഇവളൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക വെടിയല്ലേ, ഒരു വേശ്യയല്ലേ എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിനോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വോയിസ്. അപ്പോൾ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, കാരണം അവളും ഒരു പെണ്ണാണ്, ഇവളും ഒരു പെൺകുട്ടിയാണ്, അല്ലേ? ആ രീതിയിൽ പറഞ്ഞു. ആ വോയിസ് ഇപ്പോഴേ കിടണ്ട, പെരേരയുടെയിലുണ്ട്, ബ്രൈറ്റിൻ്റെ കയ്യിലുണ്ട്, ഞങ്ങളുടെ എല്ലാവരും. കാരണം എടുത്തു വെച്ചെന്താണെന്ന് വെച്ചാൽ പിന്നീട് അവളത് പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ്ടല്ലോ, ഞങ്ങൾക്കത് കേൾപ്പിക്കണം. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു എന്തോ ആട്ടെ, ഞെട്ടിപ്പോയി. അത് ഇനിയിപ്പോൾ വീണ്ടും അടുത്ത വോയിസ് ഇട്ടേക്കാണ്, ആ വീഡിയോ ഡിലേറ്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ കയറി റിപ്പോർട്ട് അടിക്കും, അല്ലെങ്കിൽ കമൻറ്റ് പറയുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞിട്ട്, അപ്പോൾ ഇവള് ഈയിടെ ഈ കഴിഞ്ഞ ദിവസം സ്മാർട്ട് പിക് മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഇത് കേട്ടായിരുന്നു ഞാൻ. അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ മോശമായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള സംഭവമാണ് പറഞ്ഞത്. ഇവളവരും കൂടി പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട്, അതൊക്കെ മോശമല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരാൾ പറയുമ്പോൾ അവരും കൂടെ ചെയ്ത കാര്യങ്ങൾ നോക്കിയിട്ട് വേണമല്ലോ പറയാൻ, വേണ്ടേ? അപ്പോൾ പറയണം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവള് അതായത് അത്യാവശ്യം നല്ല ഗ്ലാമറായിട്ടുള്ള സംഭവം, ഡാൻസ്, പാട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതായത് അവള് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു വന്നൊരു കുട്ടിയാണ്, ഇടുക്കിക്കാരിയാണ്, ഇപ്പോൾ ഇവിടെ സെറ്റിലായിങ്ങനെയാണ്. അപ്പോൾ അവള് ഡാൻസ് കളിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മൽ പാടില്ല. അപ്പോൾ അത് കെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ ഇഴകി ചേർന്ന് ഡാൻസ് കളിക്കാൻ പറയും, ഇഴകി ചേർന്ന് ഡാൻസ് കളിക്കുക, അല്ല മാറി ഒതുങ്ങി മരം പോലെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അവൾ നല്ല പെർഫോമൻസ്. അപ്പോൾ ഇവള് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് റിയ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവളൊരു വെടിയാണ്, വേശ്യയാണ്, ആ രീതിയിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് അവൾ ഒരു കാര്യം കൂടെ റിയ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതായത് ഞാൻ മാത്രം വൈറലായാൽ മതിയെന്ന്. അപ്പോൾ തന്നെ നമുക്ക് കത്തി, അതായത് വേറൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുപോലെ അലിയേട്ടൻ്റെ വേണ്ട ആൻസിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ബ്രൈറ്റൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് സീനില്ല, അവർ മരിച്ചു പോകണ എന്തോ സംഭവമാണെന്ന് പറഞ്ഞു. അതും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ അഭിനയിക്കില്ല, ബ്രൈറ്റിനെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണം, എന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നല്ല വിഷമമായി പോയി. പിന്നെ ബ്രൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രൈറ്റിനെ കണ്ടപോലെ എൻ്റെ അടുത്ത് കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. അവനെക്കുറിച്ച് അവൾ പറഞ്ഞു ഒരു ദിവസം മുറിയിലേക്ക് ക്ഷണിച്ചു എന്ന് പറയും. ഈ മുറിയിലേക്ക് ക്ഷണിച്ചെങ്കിൽ ഇപ്പം നിങ്ങളൊരു സ്ത്രീയാണ്, ഇവളൊരു സ്ത്രീയാണ്, ഒരു വർക്കിന് പിന്നെ വരുമോ? ഒരിക്കലും വരില്ല. നല്ലൊരു സ്ത്രീയാണെങ്കിൽ ഒരിക്കലും പിന്നീട് വർക്കിന് വരില്ല. എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല സ്ത്രീയാണെങ്കിൽ ഞാൻ നമ്പർ വരെ ബ്ലോക്ക് ആയിരിക്കും. വരുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം അങ്ങനെയാണ് പൊതുവേ. പക്ഷേ എന്നിട്ട് വർക്ക് വന്ന് ചെയ്തു, ഒരു കുടുംബം പോലെ നിന്ന് ചെയ്തു.
രാവിലെ ഷൂട്ട് തുടങ്ങിയിട്ട് വെളുപ്പിന് 4 മണി വരെ ഷൂട്ടായിരുന്നു. ആ വീട്ടിൽ ആ ഉടമസ്ഥരുണ്ടായിരുന്നു, 3 വീട്ടുകാർക്ക് വാടകയ്ക്ക് കൊടുത്ത് അവരെല്ലാം ഞങ്ങളുടെ ഷൂട്ട് വന്ന് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അവിടെ എന്ത് നടക്കാൻ? ഞങ്ങൾ വെളുപ്പാങ്കാലം ഇപ്പോൾ ഒരു 4 മണി സമയത്ത് നിന്ന് മയങ്ങിയപ്പോഴത്തേക്കും തന്നെ പറഞ്ഞു നേരം വെളുക്കാറായി, നമുക്ക് എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എണീറ്റ് ഒരു 6 ആയപ്പോഴത്തേക്ക് ടൗണിൽ എത്തി, എല്ലാവരും പിരിഞ്ഞു പോയി. പിന്നെ ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ ഡാൻസ്, റീൽസ്, ഇവന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം എൻ്റെ പല കൂട്ടുകാരും പറയുന്നുണ്ട് എൻ്റെ പൊന്ന അഭിലാഷ് അവൻ്റെ കൂടെ ഒന്ന് പോകുമല്ലേ, അങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നത് ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ എന്നോട് നല്ല സ്നേഹമാണ്, അതുപോലെ തിരിച്ചും സ്നേഹമാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു പീഡന കേസ് എന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ഉണ്ടല്ലോ ഇവൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ പോലെ ഞാൻ എടുക്കത്തില്ല. ആണോ ഇല്ലയോ? നമുക്കൊരു പേടിയുണ്ടാവും. ഇന്നും വന്നപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. എന്തുകൊണ്ടാണ്? നമുക്ക് പേടിയൊന്നുമില്ല. പേടിയെന്ന് പറഞ്ഞ് വേറൊന്നുമല്ല, ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പറയുന്ന ഒരാളാണ് അലിൻ ജോസ്. അത് ഞാൻ മാത്രമല്ല, ചെറുപ്പം പോലെ അവനിങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു വേറെ ഇതല്ല, ഒരു കുഞ്ഞു മനസ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്ന് വിട്ട് തുറന്ന് പറയും, ചിരിക്കും. അതുപോലെ തന്നെ എന്ന് കഴിഞ്ഞാൽ അവൻ്റെ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ ചിലപ്പോൾ ഒരു സ്നേഹം കിട്ടിയപ്പോൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും, ഒരു ആൾ മാത്രമല്ല തെറ്റ് ചെയ്തേക്കണേ, 2 പേരും തെറ്റ് ചെയ്തിട്ട് ഒരാളെ മാത്രം തെറ്റ് പറയുന്നത് ശരിയല്ല. ആണോ ഇല്ലയോ? ഇപ്പം റീൽസ് ചെയ്യുകയാണെങ്കിലും ഇവളുടെ ഷാനിബയുടെ സംഭവം ഉണ്ടെങ്കിലാണ് നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ. ആണോ ഷാനിബ? അല്ലേ? അല്ലാണ്ട് ബലമായിട്ട് നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? അത് ഇങ്ങനെ റീൽസ് ചെയ്തതിനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുവാദമില്ലാണ്ടാണ് എന്നെ കെട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞാൽ, ഉമ്മ വെച്ചതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്ത് പറയാനാണ്? അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷാനിബേനയിലേക്ക് വലിച്ചടച്ചുകൊണ്ടാണ് ഷാനിബയോട് ഞാൻ ഈ കേസ് പറഞ്ഞപ്പോൾ ഷാനിബ പറഞ്ഞു, ചേട്ടാ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് വെച്ചു. നേരല്ലേ? ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാണ് ഇവിടെ ഡാൻസ് കളിച്ചത്. കാരണം ഇവിടെ വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വേറെ സാഹചര്യം ഉണ്ട്, അതിപ്പോൾ തുറന്നു പറയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ടും ഇവളൊരു ആർട്ടിസ്റ്റ് നിലയിൽ ഞങ്ങളിപ്പോൾ ഡാൻസ് കളിച്ചപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് തെറി കമൻസാണ് വന്നിരിക്കുന്നത്. തെറി കമൻസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബിബിൻ ജോർജ്, നമ്മുടെ സുഹൃത്താണ് മിമിക്രി ആർട്ടിസ്റ്റ്, ചാനലിൽ പറഞ്ഞു എന്നാ അദ്ദേഹത്തിൻ്റെ കാല് വയ്യല്ലോ. അപ്പോൾ കാല് വയ്യത് പല മോശമായ കമൻസ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞ് ഈ കമൻസ് പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു എനർജിയാണ് ഉണ്ടാവുന്നത്. നമുക്ക് കുറേ തെറിയും കാര്യങ്ങളും കിട്ടുമ്പോൾ നമുക്ക് ഉയരണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഉണ്ടാവുന്നത്. ഇവിടെ ഒരുപാട് കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്. ആലുവയിലേക്ക് ഒരു സംഭവം ഉണ്ടായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ പുള്ളി സൂചിച്ച് ജയിലിൽ കിടക്കുവാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല. ഇപ്പം ഇത് നിസ്സാരമായൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്നൊരു കേസാണ്. ആ കുട്ടിക്ക് എന്താ പറയുക 39-40 വയസ്സുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഈ കുട്ടിക്ക് തന്നെ തീരുമാനിക്കുക, ഇതൊക്കെ പക്വതയില്ലാത്ത ഒരാളാണ്, ഇദ്ദേഹത്തിനോടൊപ്പം ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആണോ ഇല്ലയോ? അപ്പോൾ അവൾക്ക് തന്നെ ഒഴിഞ്ഞു മാറാവുന്ന കേസുള്ളൂ അല്ലേ? പക്വതയില്ലാണ്ട് അവർ തമ്മിൽ പോയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഈ സിനിമയിൽ അഭിനയിക്കുക, ലൈഫിൽ എൻജോയ് ചെയ്യാൻ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം പക്വതയില്ലാത്ത ഒരാളുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. പിന്നെ വൈറലാവണമെങ്കിൽ കുഴപ്പമില്ല, ആരൊക്കെ വന്നാലും ഇവർ തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോഡിയാണെങ്കിൽ അടുത്ത വർക്കിലാണെങ്കിൽ അവർക്ക് ഒന്നിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാളിടയ്ക്ക് വന്ന് ഡാൻസ് കളിച്ചു എന്ന് വെച്ച് ഒന്നും ആവില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇവൻ്റെ കൂടെ പോകുന്നുണ്ട് എങ്കിലും ആൾക്കാർ ആരെയാണ്? ആറാട്ടനെ ഇവനെയല്ലേ അറിയുന്നത് മെയിനായിട്ട്. ആണോ ഇല്ലയോ? അപ്പം ഞങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുള്ളൂ. പക്ഷെ മെയിനായിട്ട് അറിയുന്നവരാ? ആറാട്ടനും അലിൻ ജോസ് പെരേരയും. എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഈ കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും വന്ന് ഡാൻസ് കളിച്ചാലും ഇപ്പോൾ റിയ, അലിൻ ജോസ് പെരേര ഇവരാണ് അറിയുന്നുള്ളൂ. പക്ഷേ കുശുമ്പും കുന്നായ്മയും വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ കുറേ കുന്നായ്മ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. ഇതൊരു കുഞ്ഞു ലോകമാണ്. ഈ ലോകം നാളെയൊക്കെ നമ്മൾ ഈ ലോകം തന്നെ വിട്ടുപോകാനുള്ള ആൾക്കാരാണ്. ആണോ ഇല്ലയോ? പിന്നെ ഞാൻ പൊതുവേ എന്ന് പറയുക കമൻസ് ചിലവർ അയക്കുമ്പോൾ ചിലതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. റിപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് അതുപോലെ മോശമായിട്ട് കമൻസ് എഴുതുന്നവർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തു പോകും. അല്ലാത്തവരോട് നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല. പല കമൻസ് എനിക്ക് വരാറുണ്ട്. ചിലവർ മുടി വെട്ടാൻ പാടില്ലേ, അതൊക്കെ എന്ന് പറയുന്നത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ പല കമൻസിന് നമ്മൾ റിപ്ലൈ കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിന് നമ്മൾ കൊടുക്കത്തില്ല. പിന്നെ ചില വീട്ടുകാർ ഇവിടെ, അതായത് അലിൻ ജോസിൻ്റെ ഫാമിലിനെ പറയുമ്പോൾ നമുക്ക് നോക്കും. കാരണം എൻ്റെ അമ്മയല്ലെങ്കിലും നമ്മുടെ അമ്മേനെ പോലെ കാണുന്നതുകൊണ്ട് ഞാനായിരിക്കും ചിലപ്പോൾ കയറി റിപ്ലൈ. അതുപോലൊരു സംഭവം റിയയെ ആലുവയിലെ വെടി എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് വന്നു. ഇത് പറയാൻ കാരണം റിയൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞ കേസാണത്. ആലുവയിലെ വെടി എന്ന് പറഞ്ഞ ഒരുത്തൻ ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ അവിടെ നിൻ്റെ അമ്മയാണോന്ന് ചോദിച്ച് ഞാൻ എൻ്റെ താഴെ കമൻറ്റ് ഇട്ടു. വേണമെങ്കിൽ എൻ്റെ ഇത് എടുത്തു തരാം, ലിങ്ക് എൻ്റെ പേജിൽ നിന്ന് പോയിട്ടില്ല, ഞാൻ എടുത്തു തരാം. അതിലായിരിക്കും നിൻ്റെ അമ്മയായിരിക്കും, അതുകൊണ്ടാണ് നീ എങ്ങനെ പറയുന്നത് പറയുമ്പോൾ അവൻ എൻ്റെ വീട്ടുകാരെ കയറി വിളിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ റിയ പറഞ്ഞതിനോ എൻ്റെ ചേട്ടനെ പോലെ ചേട്ടൻ തിരിച്ചു വിളിച്ചല്ലോ, അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് കുട്ടിയാണ് എന്നെക്കുറിച്ച് വേറെ എന്തൊക്കെയോ പറഞ്ഞു. അത് കുഴപ്പമില്ല, ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഞാൻ വലിയ നല്ലവനാണെന്നോ അല്ലെങ്കിൽ ഇതാണെന്നോ നമ്മൾ പറയാനുള്ളത്. മനുഷ്യന് ഉള്ള എല്ലാ വികാരം വിചാരമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എന്നുവെച്ചാൽ ആരെ കയറി പിടിക്കാനോ നശിപ്പിക്കാനോ വലിച്ചു കീറാനോ നമ്മൾ പോകാറില്ല. മനസ്സിലായില്ലേ? മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ ഭൂമിയിൽ.
മദ്യപിക്കുന്നവർക്ക് ഇഷ്ടമാണ്, അവരെ വ്യക്തിപരമാണ് മദ്യപാനം. അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് ചെയ്യുന്നവർ ഇഷ്ടമാണ്, അല്ലാണ്ട് എല്ലാവരും എല്ലാം തികഞ്ഞാണെന്ന് പറയുന്നില്ല. ഈ ലോകത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും എൻജോയ് ചെയ്തു പോകും. അതാരും അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ വിടാറില്ല, ആ രീതിയിൽ മുന്നോട്ട് പോകണേ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം തികഞ്ഞാണ്, അല്ലെങ്കിൽ ഞാനെയ്യോ ഒരു പെങ്കൊച്ചൊന്നും നോക്കില്ല, അങ്ങനെയൊന്നുമില്ല. മനുഷ്യരുടെ എല്ലാ വികാരം നമുക്കുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞെന്ന് പറയും, അത് പോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഈ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം അലിൻ ജോസ് പെരേരയുടെ ഇത് കാരണം ഉണ്ടായത് ആരാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വന്നത്. അത് നമ്മുടെ ഷാനിബയാണ്. അപ്പോൾ ഷാനിബ പാവം എന്താ ചെയ്യുക, കാരണം പറയാൻ കാരണം ഉണ്ടല്ലോ, ദൈവം തമ്പുരാണ് സത്യം. കോളനി എന്ന സിനിമ ഷൂട്ട് ചെയ്ത് ഫോട്ടോ കൊച്ചിയിലും അതുപോലെ നമ്മുടെ മട്ടാഞ്ചേരിയിലൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങളെന്ന് പൈസയിലായിരുന്നു. ഇവിടെ വന്നാണ് ഞങ്ങളുടെ യൂണിറ്റുകാർ മൊത്തം കിടന്ന്, അതായത് ഇവിടെ താമസിച്ച് ഇവളുണ്ടാക്കിക്കൊണ്ട ഫുഡും കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഒരു പൈസ പോലും ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ എന്തോ ഒരു ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരുന്നത്, ഇവിടെ കടം വാങ്ങണയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഇവിടെ കൊണ്ടുവന്നിങ്ങനെ നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് പേര് നമുക്ക് വേണ്ടപ്പെട്ടവർ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുറച്ച് പേര് വേണ്ടപ്പെട്ടവർ വരിക, അപ്പോൾ അവരെ നല്ല രീതിയിൽ സൽക്കരിക്കുക, അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കാൻ നമ്മുടെ കടമയാണ് അല്ലേ. അതിപ്പോൾ കടം വാങ്ങിയിട്ടാണേലും നമ്മളത് ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു മാന്യത. നമ്മളെങ്ങനെ ജീവിക്കുന്നല്ല, നമ്മുടെ വീട്ടിൽ വരുന്നവരെ നമ്മളെങ്ങനെ കെയർ ചെയ്യുന്ന എന്നാണ് എൻ്റെ ഒരു മാന്യത. അത് ഞാൻ കാണിക്കും. അതിപ്പോൾ 10 പേരല്ല 100 പേര് വന്നാലും ഞാനത് ചെയ്തിരിക്കും. ആ കുട്ടി പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഷാനിബയുടെ പേര് വെച്ചിട്ടാണല്ലോ പ്രശ്നം തുടങ്ങിയെന്നാണ് അഭിലാഷ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? പേരും പറഞ്ഞ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ കളയേണ്ടി വന്നത്. ഓക്കെ, അത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവര് ഇതുപോലെ ഡയറക്ടറെ കാണാൻ വന്നപ്പം എന്നോട് ചോദിച്ചു, ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഒരു ഡാൻസ് ചെയ്യുമോ, ഒരു വീഡിയോ ചെയ്യാൻ സമ്മതമാണോ ചോദിച്ചു. ഞാനൊരു ആക്ടർ എന്ന നിലയിൽ ഞാനത് തള്ളിക്കളഞ്ഞില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആര് ചോദിച്ചാലും ഞാൻ അവരുടെ ഒപ്പം കളിക്കും. കാരണം വെച്ചാൽ ഞാനൊരു ഡാൻസറാണ്, കൂടുതലും സിനിമയിൽ ഐറ്റം ഡാൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അറിയാലോ എന്തോരം ഇപ്പോഴും തമിഴില് സിദ്ധവേൽ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ഐറ്റം ഡാൻസ് ചെയ്തു, നല്ലൊരു എമൗണ്ട് എനിക്ക് കിട്ടി. അങ്ങനെ ഇപ്പം ഷൂട്ട് നടക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം 15ാമത്തെ പടമാണ് പറയാൻ പോയി കഴിഞ്ഞാൽ അതിൽ പകുതി ഇറങ്ങിയിട്ടില്ല, അങ്ങനെ പോകുന്നു. അപ്പം നമ്മള് ആക്ടർ എന്ന സ്ഥാനത്ത് എന്നോടിപ്പോൾ ആരാണ്, ഒരു പിച്ചക്കാരനാണെങ്കിൽ വന്നിട്ട് എന്നോട് പറയാ എൻ്റെ കൂടെ ഒരു ഡാൻസ് ചെയ്യുമോ, ഇല്ല എൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കുമോ, ഇല്ല എൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കുമോ ചോദിച്ചാൽ ഞാൻ അവരുടെ തോളൊക്കെ ഇട്ട് കെട്ടിപ്പിടിച്ച് ഞാൻ വീഡിയോ എടുക്കും. എന്ന് വെച്ചാൽ അവരും മനുഷ്യരാണ്, ഞാനും മനുഷ്യരാണ്. ചിലപ്പോൾ നാളെ നമ്മൾ അവരെ പോലെ ആകില്ല എന്ന് പറയാൻ പറ്റിയല്ല, ചിലപ്പോൾ നമ്മളെ പോലെ അവരാകില്ല എന്ന് പറയാൻ പറ്റിയല്ല. എല്ലാം ദൈവം തീരുമാനിക്കുന്ന. അപ്പം റിയയോ പേര്, റിയ പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷെ റിയനെ പോലെ ഒരു പെണ്ണാണ് ഞാനും, എന്നെ പോലെ ഒരു പെണ്ണാണ് അവള്. പക്ഷെ എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവള് പറഞ്ഞ ആ ക്യാരക്ടർ അല്ല ഞാൻ. കാരണം അവൾ ആ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അവൾക്ക് മറ്റൊരാളെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഒന്ന് അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ സ്ഥാനത്ത് ഞാനൊരു ഡാൻസ് കളിച്ചപ്പോൾ അവളുടെ ആ ഒരു സൗഭാഗ്യം നഷ്ടപ്പെടുമെന്ന് ഓർത്ത് അവൾക്ക് ചെറിയൊരു അസൂയ തോന്നി. അത്ര സംഭവിച്ചോളൂ. അതിൻ്റെ പേരിൽ അവൾ എന്നെക്കുറിച്ച് പലതും പറഞ്ഞുണ്ടാക്കി. അതെനിക്ക് പ്രശ്നമല്ല. കാരണം അവൾ ഇനി ഇത് പറഞ്ഞാലും ഇതിൻ്റെ അപ്പുറം പറഞ്ഞാലും ഇവർ വീണ്ടും എൻ്റെ കൂടെ വന്ന് കളിക്കുമെന്ന് പറഞ്ഞാൽ അതിലും അപ്പുറത്ത് ഞാൻ കളിച്ച് കാണിക്കും. അത് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഡാൻസ്, പാട്ട്, കലാപരമായ എല്ലാ കാര്യവും ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം ഞാനതെല്ലാം ചെയ്ത് കാണിക്കും. എനിക്കതിന് ഒരു കുറ്റബോധവും ഇല്ല. പിന്നെ പറഞ്ഞ അവൾക്ക് അത് എന്നെ കണ്ടിട്ട് തെറ്റായിട്ട് തോന്നിയെങ്കിൽ അത് അവളുടെ കണ്ണിൻ്റെ പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ അവൾക്ക് ഇപ്പോൾ ഒരാളുടെ കണ്ണിൽ എന്താ പറയുക മഞ്ഞപ്പത്തമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ കാണുന്നതെല്ലാം അങ്ങനെ തോന്നും. അത് അവരുടെ കുറ്റമാണ്, പക്ഷെ നമ്മുടെ കുറ്റമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്താലും അതെനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരാളുടെ കൂടെ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് തെറ്റല്ല. കാരണം അത് ശരിയെന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ടിക്ടോക്കിലൊക്കെ ഞാൻ 1 മില്യൺ ലൈക്ക് വാങ്ങി മുമ്പോട്ട് പോയിട്ട് യൂട്യൂബിൽ എൻ്റെ ട്രോളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അന്നേരം ഞാൻ കേൾക്കാത്ത ഒന്നുമില്ല. പക്ഷെ എന്നിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള അപവാദമൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് കൂടുക. അവരുടെ മുന്നിൽ നമ്മൾ ഇനിയും ബെറ്ററായിട്ട് ചെയ്യാൻ നമുക്കൊരു കഴിവ് കിട്ടുന്നത്. കാരണം ഇല്ലെങ്കിൽ നമ്മളവർക്ക് നമ്മൾ ഒരു പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തു, അവർ പറയാം നല്ലതാണെന്ന് നമ്മളെ പൂഴ്ത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം നമ്മൾ ചെയ്തത് നല്ലതല്ലേ, ഇനി ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. അതേ സ്ഥാനത്ത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കുറ്റവും കുറവൊക്കെ നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാൻ തോന്നും. അങ്ങനെ നമ്മൾ കലയിലൂടെ മുന്നേറാൻ നമുക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് അവൾ പറഞ്ഞത് തെറ്റാണ്. അത് ഇനി എന്നെന്നല്ല ഒരു പെണ്ണിനെ അവൾ പറയാൻ പാടില്ല. അവളൊരു നല്ലൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾ പറയില്ല. പക്ഷെ അവൾ ആ രീതിയിലുള്ളൊരു ക്യാരക്ടറുള്ള ഒരു പെണ്ണായതുകൊണ്ട് അവൾ എന്നെ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വിഷയമല്ല. അലിൻ ജോസിന് എന്താ പറയാനുള്ളത്? അലിൻ ജോസിന്റെ പേരാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. കുറേ പ്രശ്നങ്ങളും ഒരുപാട് ഇതിന്റെ പിറകെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഇതിനെ നോക്കി കാണുന്നു? നമുക്ക് ഈ വീഡിയോ
ചെയ്തപ്പോൾ നല്ല രീതിയിലാണ് ചെയ്തത്. കുറച്ച് റൊമാൻറ്റിക്കായിട്ട് ചെയ്തു. പക്ഷേ അത് അന്ന് രാത്രി തന്നെ ഒരു 6,40,000 പേരോളം കണ്ടു ആ വീഡിയോ. ഒരു 3 മണിക്കൂർ കൊണ്ട് കണ്ടു. പക്ഷേ അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. പിന്നെ ബ്രൈറ്റൊക്കെ നിർബന്ധിച്ചപ്പോൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ മൊബൈലിൽ നിന്ന് കളയണമെന്നുള്ള ഭീഷണിപ്പെടുത്തിയപ്പോൾ കളയാനുണ്ടായോളം ഉപയോഗിച്ച്. അത് വേണമെങ്കിൽ ഇപ്പോൾ റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റും. കളയണ്ടെന്ന് പറഞ്ഞു, ബ്രൈറ്റ് കളയണ്ടെന്ന് പറഞ്ഞത്. പിന്നീട് ഇവളുടെ ഭീഷണിയൊക്കെ വന്നപ്പോൾ ഒരു പെണ്ണാണല്ലോ മാഷെ, കാരണം പെണ്ണ് പറയുന്നിടത്താണ് ഇപ്പോൾ എല്ലാം നിൽക്കുന്നത്. കാരണം തെറ്റാണ് ഞാൻ ഓർത്തത് ഞാൻ ഓർത്തത് ഇപ്പോൾ ഈ വീഡിയോ കളയുമ്പോൾ തന്നെ അത്യാവശ്യം സംഭവങ്ങൾ മാറും എന്ന രീതി ഓർത്തായിരുന്നു. അപ്പോൾ എന്നിട്ടും ഈ റിയ എന്ന വ്യക്തി, റിയ ചേച്ചി എന്ന് തന്നെ പറയാം, 39 വയസ്സുള്ള പെണ്ണിനെ ചേച്ചി എന്ന് വിളിക്കാണ്ട് റിയ എന്ന് വിളിക്കാൻ പറഞ്ഞതാണ് റിയ. അപ്പോൾ അവള് അങ്ങനെ പേര് വിളിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇങ്ങനെയുള്ള കുഴപ്പത്തിൽ ചാടും. അപ്പോൾ ഈ വിഷയം കഴിഞ്ഞപ്പോൾ അടുത്ത വിഷയം എടുത്തിട്ടത് ബ്രൈറ്റിനെ മാറ്റണം എങ്കിലേ ഷോർട്ട് ഫിലിം നടക്കുകയുള്ളൂ, പിന്നെ എന്താ പ്രൊഡ്യൂസറിന് നിഷേമാനെ മാറ്റണം, പിന്നെ ആട്ടായത്തെ മാറ്റണം, അങ്ങനെ പല പല ഭീഷണിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവളോട് പറയാനുള്ളത് 3 പ്രൊജക്ട്സ് അവളെ വെച്ച് ചെയ്യാനായിട്ട് ഓക്കെ ആയിരുന്നു. ഷോർട്ട് ഫിലിം മാത്രമല്ല, 3 സിനിമകൾ, ബിഗ് ബഡ്ജറ്റ് മൂവീസ്, 3 കോടി രൂപയുടെ ചിത്രങ്ങൾ 3 എണ്ണം അപ്കമിങ് ആയിട്ട് ഉണ്ടായിരുന്നു. അത് ഇനി ഇപ്പോൾ ഇത്രയും എന്നെ കരിവാരി തേച്ച് തേജോദയം ചെയ്തുകൊണ്ട് ഇനി എന്തായാലും അവളെ വെച്ച് ആ പടത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ലിൻജോസ് പെരേര റെക്കമെൻഡ് ചെയ്തിട്ട് ഇനി മലയാള സിനിമയിൽ അവൾ അഭിനയിക്കത്തില്ല. മനസ്സിലായി? എൻ്റെ ഹോൾഡ് വെച്ച് എന്തായാലും ഒരു സിനിമയിൽ അവസരം കൊടുക്കുകയില്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന പല ചിത്രങ്ങളിലും അവൾ വർക്ക് ചെയ്യത്തുമില്ല. എനിക്ക് ഹോൾഡ് ഉണ്ടെങ്കിൽ അവൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കൂടി അഭിനയിപ്പിക്കില്ല. കാരണം പല ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർമാരും നമ്മളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനത്തേക്ക് ആൾക്കാരെ സെറ്റിൽ കൂടി അടിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇനി അവളുടെ അഭിനയ ജീവിതം തന്നെ ഒരു അവളെ വിളിച്ച് സ്വന്തമായിട്ട് കയറിപ്പോവെങ്കിൽ കയറി വിളിച്ചോട്ടെ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഒരു മുഴുനീള കഥാപാത്രം ചെയ്ത് അല്ലെങ്കിൽ ക്യാരക്ടർ റോൾ ചെയ്യുന്ന പടത്തില് ഞാൻ ഒരിക്കലും ഇവരെ വെക്കാൻ പറയത്തില്ല. ഇവള് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പടത്തിൽ എന്തായാലും ഞാൻ തല കാണിക്കില്ല. കാരണം അത്രയ്ക്ക് എന്നെ തേജോദയം ചെയ്തു, അപമാനിച്ചു, നാറ്റിക്കൊന്ന് പറഞ്ഞിരുന്നു. കാരണം പീഡനവീരൻ എന്ന് പറഞ്ഞ ഇവന്റെ ഒരു അതായത് പീഡനവീരൻ എന്ന് പറഞ്ഞ ഇവന്റെ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന്റെ താഴെ ഇത്ര നാൾ അവനെ വേറെ രീതിയിലാണ് കളിയാക്കിയത്. ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരാൾക്ക് നല്ല വിഷമം തോന്നും. ഇപ്പൊ നമ്മുടെ പേര് പണ്ട് എങ്ങനെയെന്ന് വന്നിട്ട് അറിയോ? പണ്ട് എന്റെ പേര് പ്രസംഗോണൻ എന്ന് പറയുന്ന ഒരു കോമഡി പേരായിരുന്നല്ലോ. അപ്പൊ ആ പേരിൽ നിന്നും ഇപ്പോ പണ്ട് ഞാൻ ഒരു മുടി വെട്ടിയതേ അവളുടെ പൈസ കൊണ്ടാ. അവളെനിക്ക് 1000 രൂപ ഒരു ദിവസം ഈ പ്രശ്നം നടന്ന സമയത്ത് 1000 രൂപ ഗൂഗിൾ പേ ചെയ്തേക്കും. വട്ടോടിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് പലരോട് ഞാൻ ചോദിക്കുവായിരുന്നു. മനസ്സിലായി? വേണമെങ്കിൽ ഇവള് തന്ന പൈസ വേണമെങ്കിൽ 10,300 രൂപ തന്നിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ 2000 രൂപയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഇവള് പറഞ്ഞ ഹണി ട്രാപ്പിൽ ഞാൻ കുടുങ്ങത്തില്ല. കാരണം മറ്റേ ഇവള് ഇന്നലെ അബാക് മീഡിയ വഴി എന്നോട് ചോദിച്ച തുക കേട്ട ചേച്ചി തലകറക്കിക്കുന്നു തോന്നുന്നു. മനസ്സിലായേ? ചേച്ചിക്ക് 1 മാസം എത്ര രൂപ കിട്ടും ഒന്ന് പറയാമോ? ശമ്പളം എനിക്ക് ഏകദേശം രൂപ പറയാമോ? അത്യാവശ്യം കിട്ടും. അത്യാവശ്യം. ഇപ്പോ 1 കോടി മേടിക്കുന്ന ആരുണ്ടാവും കേരളത്തില് ശമ്പളമായിട്ട് ഒരു മാസം? പറയാമോ? 1 കോടി രൂപ? അത് ഓരോരുത്തരുടെ ജോലി അനുസരിച്ചിട്ടല്ലേ. സിനിമാ ഫീൽഡില് പലർക്കും കിട്ടിയെന്നിരിക്കും. മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഇപ്പൊ നിവിൻ പോളിക്ക് 2 കൊല്ലം മുമ്പ് കിട്ടിയ തുകയാണ് 1 കോടി രൂപ ശമ്പളമായിട്ട്. ഇപ്പൊ കൂടിയിട്ടുണ്ടാകാം. പക്ഷെ 1 കോടി രൂപയാണ് എനിക്ക് ഈ കേസിൽ നിന്ന് ഒയ്യണമെങ്കിൽ അവൾക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. സാധാരണ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും റിയ എന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വൈറൽ താരമാക്കിയ ഞാനും നമ്മുടെ ബ്രൈറ്റും ഒക്കെ ചേർന്നാണ്. എന്നെയാണ് അവള് കരിവാരി പൂശി ലോകം മൊത്തം നാറ്റിക്കുമ്പോൾ ഓർക്കണം, ദൈവമുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഇവളുടെ വാക്ക് കേട്ട് മറൈൻ ഡ്രൈവിൽ വിളിക്കുമ്പോഴൊക്കെ ചെന്നിട്ടുണ്ടാകാം. ഇവളുടെ വാക്ക് പ്രകാരം ചെന്നു. ഇവളുടെ വാക്ക് പ്രകാരം ചെന്ന് കഴിഞ്ഞിട്ട് ഇവള് നിർബന്ധിച്ചിട്ട് കിസ് ചെയ്തിട്ടുണ്ടാകാം, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടായി. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. പക്ഷെ മറ്റേ ഓറൽ സെക്സ് എന്നൊക്കെ പറഞ്ഞ് 6 എണ്ണം പറയുന്നുണ്ട്. അത് ശുദ്ധ പണ്ടത്തരമാണ്.
ഓവറോൾ സെക്സ് പോയിട്ട് ഇവളുടെ ശരീരത്തെ മോശമായിട്ട് ഞാൻ തൊട്ടിട്ടില്ല. ഇവള് എൻ്റെ ശരീരത്താണ് മോശമായിട്ട് തൊട്ടത്. അത് ഈ മീഡിയയിൽ കറക്റ്റായിട്ട് കുറേ മീഡിയയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നില്ല. അത് നമുക്ക് കോടതി മുമ്പാകെ ശേഷം മുമ്പൊക്കെ കേസ് വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും. കാരണം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പല പല ശാരീരികമായിട്ടും മോശം രീതിയിലും അവൾ ടച്ചിങ് ഒക്കെ ബാഡ് ടച്ച് എന്നൊക്കെ പറയല്ലോ, ഗുഡ് ടച്ച് ബാഡ് ടച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ടച്ചൊക്കെ ഇവള് സെറ്റ് വെച്ച് കാണിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ഇവള് പിന്നെ ചേച്ചിയെ പോലെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ സമയത്തും മോശമായിട്ടുള്ള തൊടലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങോട്ടും. അതുകൊണ്ട് തന്നെ അത്ര നല്ലൊരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും പെണ്ണുങ്ങളെ പറ്റി മോശം പറയണ്ടാത്തൊരു കാലഘട്ടമായതുകൊണ്ട് ഇപ്പോൾ നോക്കിയാൽ പീഡനം തൊട്ടാ പീഡനം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് കേസ് എത്രത്തോളം നീളുമെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ ഈ ഒരു ഇഷ്യൂന് ശേഷം ഒരുപാട് ഇപ്പൊ അലിൻ ജോസ് കരയുന്ന വീഡിയോ ഇറങ്ങിയായിരുന്നു. കരയുന്ന എന്തായാലും ഒരു അഭിനയമല്ലല്ലോ. ഞാൻ വെറുതെ വീട്ടിലിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ചവറ് പോലെ എന്നെ പറ്റിയുള്ള വാർത്തകൾ മാത്രം. അതും കർമ്മ ന്യൂസിലൊക്കെ വരെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പോലും തലതെറിച്ചവന്റെ സക്സസ് അവർ അങ്ങനെയൊന്നും ഇട്ടില്ല. ഇതിനെപ്പറ്റിയുള്ള വാർത്ത കിട്ടിയപ്പോൾ തന്നെ അവർ എന്നെപ്പറ്റി ഒരു മോശം രീതിയിലാക്കിയിട്ടു വാർത്ത. പല ന്യൂസിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം കേസ് മുൻപോട്ട് കടിപ്പിക്കുമെന്ന് അറിയാൻ പാടില്ല. മനസ്സിലായോ? മനോരമ വന്നിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ മുറുകിയിട്ടില്ല. മെയിൻ സ്ട്രീം മനോരമ, ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ ഏറ്റെടുത്താലും പിന്നെ WCC ഒക്കെ എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് അലിൻ ജോസിനെ പ്രതികരിക്കും, ഇവളെ കൊണ്ടുവരും, നിയമമാരെ പ്രസ് മീറ്റ് നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളും പ്രസ് മീറ്റ് നടത്തും ഏഷ്യാനെറ്റ് അതല്ലേ, അല്ലെങ്കിൽ മാധ്യമ മോഡികൾ ഓൺലൈൻ വഴിയൊക്കെ ആണെങ്കിൽ ഞാൻ പ്രസ് മീറ്റ് കൊടുക്കും വിളിച്ചിട്ട് മൊത്തത്തിൽ. ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ നിങ്ങളുടെ ആണെങ്കിലും ഒരുപാട് റീൽസുകൾ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ഡാൻസ് റീൽസും ശരിക്കും പറഞ്ഞാൽ ഡാൻസ് റീൽസ് എന്നാണല്ലോ നിങ്ങളും വൈറലായത്, ആ ഒരു കപ്പിൾ എന്നുള്ള രീതിയിൽ. കപ്പിൾ അത് ആക്ടിംഗ് അല്ലേ? ആക്ടിംഗ് കപ്പിൾ റിയൽ ലൈഫ് മനസ്സിലായോ? പക്ഷെ അവളെന്റെ റിയൽ ലൈഫിലേക്ക് കളിക്കാൻ നോക്കി, മനസ്സിലായോ? അവളെന്നെ കല്യാണം കഴിക്കണം, ഗർഭിണിയാക്കണം എന്നൊക്കെ ഒരു പെണ്ണ് പറയുമോ മുഖത്ത് നോക്കിയിട്ട്? പിന്നെ ഫോൺ ചെയ്തും പലപ്പോഴും ശല്യപ്പെടുത്തിയ കൊണ്ട് ഇവളെ കോള് അവസാനം ആ ഡാൻസ് ചെയ്തപ്പോൾ ശല്യം തീർന്നു, മനസ്സിലായോ? പിന്നെ മേലെ അവള് വിളിക്കാറില്ല. അപ്പൊ ഇപ്പൊ വീഡിയോസിലൊക്കെ പറയുന്നത് വെറുതെ പറയുവാന്നാണോ? വെറുതെ എന്ന് പറഞ്ഞാ പലയിടത്തും വെച്ച് അപ്പ പിടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ സൗഭാഗ്യങ്ങളും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വൈറലാവുകയാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അവൾ പറഞ്ഞിട്ടുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീടില്ല, വീട് എങ്ങനെയെങ്കിലും വാങ്ങണം എന്ന് വെച്ചാൽ വീട് ആരെങ്കിലുമൊക്കെ പണിത് തരുവാണെങ്കിൽ സന്തോഷം. അപ്പോൾ അതിന് വേണ്ടി എനിക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കണം എന്നൊക്കെ അവൾ പറഞ്ഞത്. അത് നല്ല കാര്യമാണ്, അത് ആരെങ്കിലും ചെയ്ത് കൊടുക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വീട് ആരെങ്കിലും ചെയ്ത് കൊടുത്താൽ നല്ലൊരു കാര്യം. കാരണം ഫാമിലിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്താണ് അവൾ ആലുവയിൽ നിൽക്കണമെന്നാണ് പറഞ്ഞത്. വ്യക്തിപരമായിട്ട് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു വീടൊക്കെ വെച്ച് കൊടുക്കുക നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ചില സമയത്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല, ഇവൻ എന്തൊക്കെയോ കയറി പറയാം, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ കിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നെ വൈറലാവാൻ വേണ്ടി കാണിച്ചാണെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പോൾ നമ്മളടുത്താ പറയണമെങ്കിൽ നമുക്ക് പേടി ഉണ്ടാവില്ല, നമ്മുടെ അടുത്താ പറയണമെങ്കിലോ നമുക്കൊരു പേടി ഉണ്ടാകത്തില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെടും. ഇവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവന് ടെൻഷൻ കയറി എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യണം ഇനിയിപ്പോൾ ദൈവമേ, കാരണം എന്ന് വെച്ചാൽ ഇവള് കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഇവളെന്തെങ്കിലും പറയുമോ, ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കയറിയിട്ട് ഇവൻ ഭയങ്കര ഇതായി. ഇവൻ അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുകൊടുക്കുക, ഞങ്ങളുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇരുട്ടത്ത് വന്നപ്പോൾ ഇവന് മനസ്സിലായില്ല, അലിൻ ജോസ് അല്ലടാ നിൽക്കണം അവിടെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു അന്താളിക്കല്. അപ്പോൾ അത്രേ ഉള്ളൂ. കാരണം പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ ഞങ്ങളും ബ്രൈറ്റും പറഞ്ഞു, എടാ നമ്മുടെ കൂട്ടുകാരനല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ തമാശ കാണിച്ചില്ല ബായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ രണ്ട് വർത്താനം വേണ്ടി എടുത്ത് പറയും, നീ എന്ത് പരിപാടിയാണ് കാണിക്കണേ എന്ന് പറയും. കാരണം ഇരുട്ടത്താണ് പെട്ടെന്ന് വന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവനൊരു പേടി തോന്നി. അതാണ് പെട്ടെന്ന് പിറ്റേ ദിവസം ഞങ്ങൾ സ്മാർട്ട് പിക്കിൻ്റെ ഇതിൽ പോയപ്പോൾ തന്നെ ഇവൻ പറയുകയാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുകയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇത് പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് ഞാനും ബ്രൈറ്റും ഇവിടെ കൂടി പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ ഇവൻ പറഞ്ഞത് ഇവൻ്റെ ഭയം കൊണ്ട് പറഞ്ഞാണ്. ഭയം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് റിയയുടെ ഒരു ഇൻ്റർവ്യൂ കൂടി എടുത്തപ്പോഴാണ് ഇത് രൂക്ഷമായിട്ട് വന്നതിലേക്ക്. എന്തായാലും എനിക്ക് തന്നെ പറയാനുള്ളൂ, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ്. റിയ ആണെങ്കിലും അലിൻ ജോസ് ആണെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും വാശി കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല.
ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനോ നമുക്ക് മനസ്സിൽ സന്തോഷമില്ലല്ലോ, നമ്മൾ പോവോ? അപ്പോൾ എന്നല്ല താഴേക്ക് വരും. ഇത് ഒരുപാട് പേര് കമൻസ് ഇടാനും തെറി വിളിക്കാനും ഒക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം ഇല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടു തരുമോ? ഇല്ല. നമ്മൾ ജോലിക്ക് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയായിട്ട് പോകണം. ആ പരിപാടിക്ക് പോകണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാണല്ലോ ഒരു ജോലിക്കും ഒരു പരിപാടിക്ക് വിളിക്കത്തില്ല. കാരണം ഇങ്ങനെ ഇവള് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഒരു പുതിയ വർക്കിന് ഒരാൾ വിളിക്കുമ്പോൾ അന്ന് ആലോചിക്കും, ഇനി ഈ കൊച്ചിനെ വിളിക്കണോ, എനിക്ക് തലവേദന ആയാലോ. അപ്പോൾ ഭാവി ആരെയാ? ഭാവി ആരെയാ പോണത്? അവളുടെ തന്നെ പോകും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എന്താ സംഭവം? വേറെ ആരും വിളിക്കത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പോട്ടെ, ആ വിഷയം വിട്ടിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞപ്പോൾ സിനിമയിൽ ആഗ്രഹമെങ്കിൽ ശരിക്കും പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല നടിയായി തീരും. അപ്പോൾ കുറ്റം പറഞ്ഞവരും ഇത് നല്ല കംപ്ലൈൻറ്റ് എന്ത് പറഞ്ഞവരൊക്കെ കൂടെ ഉണ്ടാകുന്നൊരു കാലം വരും, നല്ല കാലം വരും. അപ്പോൾ റിയോട് എനിക്ക് പറയുന്നത് കേൾക്കുവാണെങ്കിൽ എനിക്ക് പറയാനുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. കുറേയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗങ്ങളുടെ രണ്ട് ഭാഗങ്ങളെ തെറ്റുണ്ടാവും, മനസ്സിലായില്ലേ? ഒരാളുടെ ഭാഗത്തല്ലോ, ഒരാൾ മാത്രം വന്ന് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ടാവും. അപ്പോൾ ആ തെറ്റ് എന്താ പറയുക, ഞങ്ങളുടെ രണ്ട് ഭാഗത്തും ഉണ്ടായല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് പോട്ടെ, ഇനിയിപ്പോൾ മുന്നോട്ട് നല്ല രീതിയിൽ പോയാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ സ്മാർട്ട് മിക്സ് മീഡിയയിൽ പോയപ്പോഴേ നമ്മൾ ഇത് കാര്യം പറയാൻ വേണ്ടി മാത്രം പോയതല്ല. ശരിക്കും പറഞ്ഞാൽ അലിയേട്ടൻ്റെ പെണ്ണിൻ്റെ ഒരു വിജയം സോഷ്യൽ മീഡിയയിൽ ഒരു വരവേൽപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ പോയപ്പോഴായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾക്കിടയിൽ അവൾ പറയുകയുണ്ടായി. ബ്രൈറ്റിനെ മാറ്റണം, ഇത് നടക്കത്തില്ല, ഞാനില്ലാണ്ട് നീ വേറെ ഒരു മോഡൽസിനൊപ്പം അഭിനയിച്ചാൽ ഷോർട്ട് ഫിലിം നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നി, എനിക്ക് ദേഷ്യം തോന്നി. അപ്പോൾ എനിക്കത് പ്രതികരിച്ചേ പറ്റൂ. അതിനോട് പെണ്ണിനെതിരെ പറഞ്ഞ് എന്തെങ്കിലും അവൾക്ക് തോന്നിയെങ്കിൽ മാപ്പ് പറയുന്നു. മനസ്സിലായി? അവൾക്ക് പല രീതിയിൽ നമ്മളെ പറ്റി തേജോദയം ചെയ്യുന്നുണ്ട്, പല രീതിയിലും പലയിടത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറയണത് തെറ്റാണ്. കറക്റ്റായിട്ട് ഞാൻ സേഫായിട്ട് സ്കൂട്ടറിന് കൊണ്ട് ആക്കി കൊടുത്തായിരുന്നു. അപ്പോൾ പോലും നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് വേണ്ടാത്തൊരു പാട്ടിൽ ടച്ച് ചെയ്യുക, കെട്ടിപ്പിടിച്ച് മുറുക്കിയിരിക്കുക, അത് തന്നെ ഒരു കുറ്റമല്ലേ? ഇപ്പോൾ ചേച്ചിയാണെങ്കിലും ബോയ് ഫ്രണ്ട് ഉണ്ടാവും, ചേച്ചിയുടെ പെർമിഷൻ ഇല്ലാണ്ട് തൊടാറില്ലല്ലോ ഒരാൾ, മനസ്സിലായോ? ഉണ്ടോ? അതിന് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. നിങ്ങളുടെ കാര്യം പറയാ. അപ്പോ എന്നെ അത് മുറുക്കി പിടിച്ചത് കെട്ടിപ്പിടിച്ചിരുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ചില സമയത്തൊക്കെ മര്യാദക്ക് ഇങ്ങനെ ഒരു കമ്പി പോലത്തെ സംഭവമാണ് സ്കൂട്ടറിൽ, അത് പിടിച്ചിരുന്നാൽ പോരെ, ഇത് മുറുക്കി പിടിക്കുക, കുട്ട നമുക്ക് നമ്മുടെ ഹണിമൂണ് നമുക്ക് കൊടൈക്കനാൽ ഊട്ടി പോകാം, നമുക്കൊക്കെ ഒളിച്ചോടാം, വീട്ടുകാർക്ക് ഇഷ്ടപോലെ ഒളിച്ചോടാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ പറയുകയുണ്ടായത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മീഡിയയിൽ പറയുകയും ചെയ്തത്. കാരണം നമ്മൾ മീഡിയ വഴിയാണല്ലോ എല്ലാ റീൽസും ചെയ്തത്, മനസ്സിലായി? ആദ്യം മുതൽ ചെയ്തത്. അപ്പോൾ ലോകം മുതൽ ഇതിൽ വഴി അറിയിച്ചപ്പോൾ നമ്മൾക്കെതിരെ വീഡിയോ ചെയ്യുകയും ഇപ്പോൾ അത് പ്രതിസന്ധിയായിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് ലൈക്ക് ഇപ്പൊ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് അലിൻ ജോസ് തന്നെയായിരുന്നു ഇങ്ങനത്തെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ആള് തിരിച്ചിങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് തോന്നിയിട്ടുണ്ടോ? സംസാരിച്ചത് നമ്മൾക്കെതിരെ നാളെ രാത്രി 12 മണിക്ക് കെട്ടിത്തൂങ്ങിച്ചാകും, അലിൻ ജോസിന്റെ പേര് അതിലുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പക്ഷേ ഇതിനെതിരെ എനിക്ക് അവളോട് പറയാനുള്ളത്, ഇവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിലോ എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിലോ ധൈര്യമുണ്ടെങ്കിൽ എടക്കൊച്ചി പള്ളി വരട്ടെ, മനസ്സിലായ? ഞാനൊരു ആംഗ്ലോ ഇന്ത്യനാണ്, മനസ്സിലായ? അപ്പോൾ എനിക്ക് ഈ പെണ്ണിനെ ഒന്നും കെട്ടാൻ താല്പര്യമില്ല, പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായോ? അപ്പൊ സദ്യയല്ലത്, ഇവള് ഒരു ക്രിസ്ത്യാനിയാണല്ലോ. ഇവള് ആദ്യം വരേണ്ടത് എന്നെ കെട്ടണമെങ്കിൽ പള്ളിയിൽ പോയിട്ട് അച്ഛനെ കണ്ട് പറയുക എനിക്ക് കല്യാണം കഴിക്കണം. അപ്പോൾ അച്ഛനായിട്ട് പരിഹരിച്ച് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തും. കല്യാണം നടത്താൻ വേണ്ടിയല്ല, പരിഹാരം. ഈ 39 വയസ്സുകാരിയെ എന്തുകൊണ്ട് 23 വയസ്സുകാരൻ കെട്ടണം? അത് ആദ്യം പറയുക. ഇവള് പീഡിപ്പിച്ചെന്ന് പറയണത് തന്നെ എനിക്ക് നാളെ ഒരു കല്യാണാലോചന അല്ലെങ്കിൽ വിവാഹാലോചന വരാണ്ടിരിക്കാനാണ്. അവള് പറയുന്ന ഒരു പോയിന്റ് ഇതാണ് ഈ വീഡിയോ ഇടുന്ന മുമ്പ്. കാരണം ഞാനല്ലാണ്ട് വേറൊരു പെണ്ണ് കുട്ടൻ്റെ കൂടെ ലൈൻ അടിക്കാൻ വരില്ല, പെണ്ണുങ്ങൾക്കൊന്നും അലിൻ ജോസിന് ഇഷ്ടമല്ല, കല്യാണമൊന്നും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു മാട്രിമണിയിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല, ഞാനൊരു ബ്രോക്കറെ പോയി കണ്ട് എൻ്റെ ഫോട്ടോ കൊടുത്ത് കല്യാണ പരസ്യം ചെയ്തിട്ടില്ല,
പത്രത്തിൽ എൻ്റെ ഫോട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കോടാനുകോടി ലക്ഷക്കണക്കിന് ആരാധകരുള്ള എനിക്ക് പല പല ആലോചനകൾ വരും. മനസ്സിലായോ? ഇപ്പം എനിക്ക് ജോലിയുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യമാണ്. ഇപ്പോൾ ജോലി ഇല്ലെങ്കിലും ഇവളുടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച പൈസ കൊണ്ടും പിന്നെ ഇവൾക്ക് കാറ്ററിംഗ് എന്തോ വർക്കുന്നുണ്ടെന്ന് പറയും ഫുഡിൻ്റെ, അപ്പം അതുകൊണ്ടും എന്നെ പോറ്റാന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തെറ്റല്ലേ? മനസ്സിലായ? ഇപ്പോൾ അങ്ങനെ നമ്മളോട് ബലം പിടിച്ച് കെട്ടാൻ പറ്റുന്നതാണോ? ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സ്വന്തം അമ്മേനെ കയറി മകൻ കല്യാണം കഴിക്കുമോ? അത് പറഞ്ഞ പോലെയാണ് ഇവളെ. എൻ്റെ ഒരു ആൻറ്റിയുടെ എൻ്റെ ഒരു കസിൻ ആൻറ്റിക്ക് ഒരു 33 വയസ്സേ ഉള്ളൂ. ആ ആൻറ്റീനെ കയറി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? മനസ്സിലായോ? പുള്ളിയുടെ ഭർത്താവ് ഉപേക്ഷിച്ചാൽ പോലും കല്യാണം കഴിക്കുമോ? മനസ്സിലായോ? അതാണ് ഇവരോടും ചോദിക്കാനുള്ളത്. എൻ്റെക്കാളും 10-16 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് മൂത്തുള്ള ഒരാളെ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ നേച്ചറും അവരുടെ സ്വഭാവ രീതിയും ഒരിക്കലും ആപ്റ്റ് ആകാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ആദ്യം സ്മാർട്ട് പിക്സ് വീഡിയോ വരാണ്ട് നീ ഈ റിയ എന്ന പെൺകുട്ടി ധൈര്യമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് ചർച്ച ചെയ്യട്ടെ. ആദ്യം പറഞ്ഞു ഡാഡിയുടെയും മമ്മിയുടെയും നമ്പർ തരാനാണ്. അപ്പോൾ അങ്ങനെ നമ്പർ കൊടുക്കാണ്ട് ഞാൻ എൻ്റെ അമ്മക്ക് ഇവളുടെ നമ്പർ കൊടുത്തിരുന്നു, ഫാദറിനും കൊടുത്തിരുന്നു. പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. മനസ്സിലായോ? മീഡിയക്കാർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്. പല പല മീഡിയയിൽ പല പല വൃത്തികെട്ട ലാംഗ്വേജിൽ അലിൻ ജോസിനെ പറ്റിയും ബ്രൈറ്റിനെ പറ്റിയും പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ബ്രൈറ്റിനെ ആദ്യം ഞാൻ വെള്ളം പൂശിയിരുന്നു, പക്ഷേ ഇപ്പം അവൻ എന്നെ ചതിക്കുകയാണ്. അലിൻ ജോസും റിയയും തമ്മിലുള്ള ഗെയിം പ്ലാനാണ്, വൈറലായി നിൽക്കാനുള്ള ഒരു കളിയാണ് ഇത്. എനിക്കെതിരെ ഉള്ള പല പല ഈ കരിനീക്കങ്ങളും ചെയ്യുന്നത് ഞാൻ ഒരു വൈറലായ ഫേമസ് ആയ ഒരു റിവ്യൂ സെലിബ്രിറ്റി. മനസ്സിലായ? അപ്പം അത് കൊണ്ട് നമുക്ക് വലിയ വലിയ റെമ്യൂണറേഷൻ ഒന്നും കിട്ടുന്നില്ല. ഒരു ട്രാവൽ എക്സ്പെൻസോ ഫുഡ് എക്സ്പെൻസോ മാത്രം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം ഇല്ല. പക്ഷേ എങ്കിലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് അലിൻ ജോസിന് എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ, അലിൻ ജോസിൻ്റെ ഫാദർ ഗൾഫിലാണ്, മദർ ടീച്ചറാണ്, അലിൻ ജോസിന് സമ്പാദ്യമുണ്ട്. ഞാൻ പലരും ഇൻ്റർവ്യൂവിലും വെറുതെ പൊങ്ങച്ചത്തിന് വേണ്ടി കോടാനുകോടികളുടെ എൻ്റെ വീടൊക്കെ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ വൈറലാക്കാൻ വേണ്ടി. അപ്പം അത് കേട്ടിട്ട് ഇവള് നമ്മളെ കരിവാരിത്തേക്കാൻ വേണ്ടിയാണെന്നറിയില്ല. അബാക് മീഡിയ വഴി ഇന്നലെ രാവിലെ ഒരു 9:30-10 മണിക്കുള്ളിൽ എൻ്റെ വീട്ടിൽ അബാക് മീഡിയ രോഹിത്തിൻ്റെ ടീം വരികയും ഇൻ്റർവ്യൂ ചെയ്യുകയും, ഞാനൊരു വെള്ള ഷർട്ട് ഇട്ടിട്ടാണ് ഇരുന്നത്. അപ്പോൾ അത് ഇൻ്റർവ്യൂ ചോദിക്കുകയുണ്ട്. ഒരു പകുതിയായപ്പോൾ തന്നെ എനിക്ക് അവരുടെ രീതി അത്ര ഇഷ്ടപ്പെട്ടില്ല. 1 കോടി രൂപ തന്നു കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് ഊരാന്നാണല്ലോ റിയ പറയുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? 1 കോടി രൂപ കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം എൻ്റെ 2 സ്ഥലങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 കോടി രൂപ കിട്ടുമായിരിക്കും. പക്ഷേ എനിക്ക് കോടാനുകോടി രൂപ ഈ ഇത്രയും അന്യ പുരുഷന്മാരുടെ കൂടെ ലൈൻ അടിച്ച് നടക്കുന്ന പെണ്ണിന് കൊടുക്കേണ്ട കാര്യമില്ല. സെറ്റിൽ വെച്ച് പല പല ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നു പറയുന്നത് കേൾക്കുന്നുണ്ട്. പിന്നെ പറയണം, പല പല ആണുങ്ങളുടെ നമ്പർ ഇവളുടെ ഫോണിലുണ്ട്. എന്നെ സ്ഥിരം പല പല ആണുങ്ങൾ വിളിക്കാറുണ്ട്, പല പല ദേശത്തു നിന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി ലോക ഒരു പെണ്ണെന്ന് പറഞ്ഞ രീതിക്ക് തന്നെ ഒരു അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വർത്തമാനത്തിൽ നിന്ന് തന്നെ. കളിയാക്കുന്നതല്ല, പെണ്ണുങ്ങളെ മൊത്തത്തിൽ അപമാനിക്കുന്നതല്ല. പക്ഷേ എൻ്റെ കൂടെ പല പല പെണ്ണുങ്ങൾ ഗേൾസ് ആയിട്ടുള്ള ആൾക്കാർ അഭിനയിച്ച് പോയിട്ടുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം, 2-3 പേരുടെ പേര്. ഇപ്പോൾ നമ്മുടെ 2 വർക്ക് ഇറങ്ങാനുണ്ട്. മനസ്സിലായോ? 2 വർക്ക് ഇറങ്ങാനുണ്ട്, നേര്, ബ്ലഡി നൈറ്റ്. അപ്പോൾ അത് കുറച്ച് സാമ്പത്തികമായിട്ടേ കുറച്ച് പ്രതിസന്ധി ആയതുകൊണ്ട് മെയ് മാസത്തേക്ക് വെച്ചേക്കാണ്. ഇപ്പോൾ ഞാൻ ജയിലിൽ പോയാലും അറസ്റ്റ് ആയാലും അത് ഇറങ്ങും യൂട്യൂബിൽ. അപ്പോൾ അതിൽ ബ്ലഡി നൈറ്റിൽ നായികയായിട്ട് അഭിനയിക്കുന്ന 2 പേരാണ്, ചിഞ്ചു, രേഷ്മ. ഇവരോട് ചോദിച്ചാൽ അറിയാം ഞാൻ സെറ്റിൽ എങ്ങനെയാണ് പെരുമാറിയത്, ഇവർ ഇങ്ങോട്ട് എങ്ങനെയാണ് പെരുമാറിയത്. എന്നോട് ഇങ്ങോട്ട് മോശമായിട്ട് പ്രതികരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. മോശമായിട്ട് പ്രതികരിച്ചത് റിയ മാത്രമാണ്. ഇപ്പോൾ റീൽസിൽ നമ്മുടെ ഷാനിബ ആണെങ്കിലും കുറച്ചു മുമ്പ് ചെയ്ത ഡാൻസ് കളിച്ച ജ്യോതി മോഹൻ ആണെങ്കിലും നല്ല രീതിയിൽ അവരുടെ ഒരു റീൽസിലെ റോള് ചെയ്ത് മടങ്ങി. മനസ്സിലായോ? ജ്യോതിയുടെ കാര്യം ഇവള് പറഞ്ഞില്ല, കാരണം ജ്യോതി ഒരു മോഡലല്ലേ, നീ കളിച്ചോ കെട്ടിപ്പിടിച്ചോ എന്നൊക്കെ പറയണത്. മോഡലിന് വേറെ കാര്യം, ഇവള് തന്മനത്തെ അറിയപ്പെടുന്ന ആളെന്നൊക്കെ പറയണം. ഒരു
പേരും പറയുന്നുണ്ട്. പുള്ളി പറഞ്ഞല്ലോ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പോ ഞാൻ പറയാനുള്ളത് എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പല പല പെണ്ണുങ്ങൾക്കൊപ്പം ഒരു സ്ക്രീൻ പ്രൈസ് ഷെയർ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. നന്മ നിറഞ്ഞവരിലായിക്കോട്ടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലഡി നൈറ്റിലായിക്കോട്ടെ, പിന്നെ പല പല സീക്വൻസിൽ പല പല റീൽസിലും പല പല പെണ്ണുങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും പല പല ലൊക്കേഷനിൽ നമ്മുടെ ലൈല എന്ന ലൊക്കേഷനിൽ റിവ്യൂ പറയുന്ന പല പല പെണ്ണുങ്ങൾക്കൊപ്പം നമ്മൾ വർത്താനം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് പോയതാണ്. മനസ്സിലായോ? ആറാട്ടെണ്ണം പറഞ്ഞു നമ്മൾക്ക് പെണ്ണുങ്ങളോട് ഇടാൻ അറിയാൻ പാടില്ല, അലിൻ ജോസ് ഭയങ്കര പീഡകനാണെന്നൊക്കെ പറയുന്നുണ്ടായി. അതൊക്കെ തെറ്റാണ്. പീഡനം എന്ന് പറയുമ്പോൾ എന്താണെന്ന് തെളിവ് കാണിക്കട്ടെ. മനസ്സിലായ? ആദ്യം റേപ്പിസ്റ്റ് ആക്കാൻ നോക്കുന്ന ഇവള് ലോക അലമ്പ. കാരണം അലിൻ ജോസ് പെരേരയെ അടപടലം പൂട്ടാനുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. കാരണം 2017 ദിലീപേട്ടനെ അറസ്റ്റ് ചെയ്തത് ജൂലൈ മാസത്തിലാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ 2024 ഇപ്പോൾ ദിലീപേട്ടൻ്റെ കേസും ഇപ്പോൾ മുറുകുന്നുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ കേസും മുറുകാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. എന്നെ എങ്ങനെയും കരിവാരി തേച്ച് റിവ്യൂ പറയാനുള്ള മാത്രം, റിവ്യൂ സിനിമയുടെ ഒരു സമയത്തിന് മാത്രമുള്ള റിവ്യൂ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ റീൽസായിട്ട് മര്യാദയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, ഇവൾക്കൊപ്പം മാത്രം അഭിനയിക്കാൻ പാടില്ല. ഇപ്പോൾ ഇത്രയും പ്രശ്നത്തിന് നടുവിൽ നമ്മൾ 2-3 പ്രോഗ്രാംസ് ചെയ്തു. കാരണം ഈ അനശ്വരരാജൻ്റെ പരിപാടി, അനശ്വര ഗോൾഡൻ ഡയമണ്ട്സിൽ ഉദ്ഘാടനത്തിന് ഗസ്റ്റായിട്ടല്ല, ഒരു വിസിറ്ററായിട്ട്, ഒരു പബ്ലിക് വ്യൂവറായിട്ട് ഞാൻ പോയി. എന്നെ വിളിച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ അവിടെ പോയി കണ്ടു, സംസാരിച്ചു, അനശ്വരരാജനെ പരിചയപ്പെട്ടു, ഷെയ്ക്ക് കൊടുത്തു. അതൊക്കെ മീഡിയയിൽ വന്നിട്ടുണ്ട്. മീഡിയക്കാർ ഷൂട്ട് ചെയ്തില്ല ആദ്യം പറഞ്ഞു, പീഡന വീരൻ്റെ ഷൂട്ട് ചെയ്യൂലെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ വന്നു. പിന്നെ ജയ് ഗണേഷിൻ്റെ ഇതിൽ ഉണ്ണിമൂന്നരായിട്ടും ഉള്ള വീഡിയോസും വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പുള്ളിയും പണ്ട് കോമഡി താരമായിട്ട് ചെയ്തത് അല്ലേ, കോമഡി താരം തരും. അപ്പോൾ കോമഡി താരമായിട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. മനസ്സിലായോ? അമൃത TV-യിൽ. ഇപ്പോൾ കേസിൻ്റെ ഓൺലൈൻ മീഡിയയിലും എൻ്റെ ഇത് പെൺവിഷയം നടന്നിരിക്കുന്ന സമയത്തും അമൃത TV എന്നൊരു പ്ലാറ്റ്ഫോമിൽ അലിൻ ജോസ് പെരേരയും സന്തോഷ് വർക്കിയെയും വിളിച്ചു. മനസ്സിലായോ? അപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സ്മാർട്ട് പിക്സ് മീഡിയ ഒരു ഫോട്ടോ ഇട്ടു. സന്തോഷ് വർക്കിക്കെതിരെ റിയ പ്രതികരിക്കുന്നു പീഡനത്തിന്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു വാർത്ത കിട്ടിയപ്പോൾ പുള്ളി ഓടിക്കളഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ലോകം മൊത്തം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിപാടി കമ്മിറ്റ്മെന്റ് ചെയ്തത് ഒരാഴ്ചക്ക് മുമ്പാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ആ പ്രോഗ്രാം ബുക്ക് ചെയ്തത്. അതിനുശേഷം ഈ ആഴ്ചയാണ് അത് ഷൂട്ട് ചെയ്തത്. അത് കറക്റ്റ് സമയത്ത് അതിൻ്റെ പെർഫോമൻസ് നടത്തി, സ്റ്റേജിൽ കയറി കോമഡി മാസ്റ്റേഴ്സിൽ അഭിനയിച്ചു. ഒരു സ്കിറ്റിൽ റിവ്യൂവർ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തു. റിവ്യൂ രാജാവ് എന്ന് പറഞ്ഞ് എടപ്പള്ളി രാജ്യത്തെ രാജാവ് എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തു. അത് ഗംഭീരമാക്കി. കാരണം ഇവളുടെ പ്രശ്നങ്ങൾ ഇവൾക്ക് മാത്രമാണ്. ലോകത്തുള്ള ജനങ്ങൾക്ക് ഇവളുടെ പ്രശ്നങ്ങൾ നോക്കി നിൽക്കാൻ സമയമില്ല. കാരണം അത് ഇവളെ എന്നെ കരിവാരിത്തേക്കാൻ നോക്കണത് എനിക്ക് അവസരങ്ങൾ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി. പറഞ്ഞു മൈക്ക് നമുക്ക് അഭിലാഷായിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ റിയ ഇത് കേൾക്കുവാണെങ്കിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ റിയ കേൾക്കുമല്ലോ, കാരണം എല്ലാ ഇൻ്റർവ്യൂ കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിയ കേൾക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാം. ഇപ്പോൾ അലിൻ ജോസ് പെരേര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കൂ, അല്ലെങ്കിൽ ഒരു ഉമ്മ തരൂ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്ന് കെട്ടിപ്പിടിക്കൂ, ഒരു ഉമ്മ തരൂ ചെയ്തിട്ടുണ്ടായിരിക്കും. പറഞ്ഞ ഓക്കെ. എടാ പെർമിഷൻ, എടാ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒരു ഉമ്മ വയ്ക്കുകയോ ചെയ്ത് കാണും. അതിൽ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല. അത് ഈ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം, ഞങ്ങളെല്ലാ സഹപ്രവർത്തകർക്കും അറിയാം, അത് റിയയ്ക്കും അറിയാം. അപ്പോൾ റിയ പീഡിപ്പിച്ചൊന്ന് ദയവ് ചെയ്ത് പറയാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു പെൺകുട്ടിയാണ്. നാളെ ഇയാൾക്ക് ചിലപ്പോൾ നല്ലൊരു ഭാവി വരും. അപ്പോൾ ഭാവി വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മുടെ കുടുംബത്ത് ഭയങ്കര വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പണ്ട് അലയും കൊണ്ടു കിടന്ന പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാണ്ടിരിക്കുക. കാരണം പീഡനമൊന്നും നടന്നിട്ടില്ല, അതിനുള്ള വേറൊന്നുമല്ല, അതിനുള്ള ഒരു പക്വത ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നുവെച്ചാൽ ചിലപ്പോൾ ഈ കമൻറ്റ് ചോദിക്കും, അതെങ്ങനെ നിനക്കറിയാവുന്നതെന്നൊക്കെ ചോദിക്കും. എങ്കിലും ഞാൻ പറയുകയാണ്, അതിനുള്ളൊരു പക്വത ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല.
എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അതിനുള്ളൊരു പീഡിപ്പിച്ചു എന്ന് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ മറൈൻ ഡ്രൈവിൽ നിങ്ങൾ പോയിരുന്നാലും തിയേറ്ററിൽ പോയിരുന്നാലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ ഉമ്മ വെച്ച് കാണും, കെട്ടിപ്പിടിച്ച് കാണും, ചിലപ്പോൾ ഈ രണ്ടുപേരെ സമ്മതം അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് അടിച്ച് അതൊക്കെ ഓക്കെ അത് സ്നേഹം കൊണ്ട് നടന്നു. പക്ഷെ പീഡനം എന്ന് പറഞ്ഞാൽ അതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അത് നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ റൂം എടുക്കുവാണെങ്കിൽ അവിടെ ക്യാമറയുണ്ട്. ഒരു ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കണം, അവിടെ ക്യാമറയുണ്ട്. അല്ലെങ്കിൽ അഡ്രസ്സ് ബുക്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാവും, തിരിച്ചെടുക്കാണ്ട് കോപ്പി കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ പെട്ടതാണ്. അങ്ങനെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെരേര പെട്ടതാണ്. അല്ലാണ്ട് മറൈൻ ഡ്രൈവിൽ പോയിരിക്കുമ്പോൾ മറൈൻ ഡ്രൈവിലെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിയയും പിന്നെ എന്താ പറയുക പെരേര ഇരിക്കുന്ന സ്ഥലത്ത് തൊട്ടപ്പോൾ തന്നെ ഏതെങ്കിലും കപ്പിൾസോ അല്ലെ ഫ്രണ്ട്സോ എല്ലാവരും ഉണ്ടാവും. അവിടെ വെച്ച് നമുക്ക് വേറെ ലൈംഗികപരമായിട്ടൊന്നും ബന്ധപ്പെടാനൊന്നും പറ്റുമൊന്നുമില്ല. അത് എൻ്റെ ഒരു വിശ്വാസമല്ല. അവിടെയുള്ള മറൈൻ ഡ്രൈവിലുള്ള ആളുകളെയാണ് അങ്ങനെ സമ്മതിക്കില്ല. കാരണം ചിലപ്പോൾ കോളേജ് സ്റ്റുഡൻസായ ചങ്ക് ബ്രോഴ്സൊക്കെ അവിടെ പോയിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടി ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തല്ല് വെച്ച് കൊടുക്കും തീർച്ചയായിട്ടും. അപ്പോൾ റിയ ഒന്ന് മനസ്സിലാക്കുക, പീഡിപ്പിച്ചു എന്ന് ആരോടും പറയല്ലേ. കാരണം എന്ന് വെച്ചാൽ പീഡിപ്പിക്കാനുള്ളൊരു പക്വത ഇവനായിട്ടില്ല. അത് മാത്രമല്ല പീഡിപ്പിച്ച് നാളെ ഈ കേസ് മാറിക്കഴിയുമ്പോൾ ഇയാൾക്കൊരു ലൈഫ് വരുന്നതാണ്. അപ്പോൾ ആ ലൈഫിൽ എന്താ സംഭവിക്കണമെന്ന് അറിയോ, ഇതിൻ്റെ പേരിൽ ടോർച്ചറിങ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്ത് വേറൊന്നുകൊണ്ടല്ല, റിയ എൻ്റെ ഫ്രണ്ടാണ് ഷാനിമേനെ കുറിച്ച് പറഞ്ഞു. അത് മോശമായ കാര്യമാണ്. കാരണം ഞാൻ കാരണമാണ് ഇവിടെ വന്ന് റീൽസ് ചെയ്ത്. അതിപ്പം മാത്രമല്ല ഞാനും കൂടി ഡാൻസ് കളിച്ചു. എൻ്റെ വീട്ടിലും ഫാമിലിയൊക്കെ ഉള്ളതാണ്. അവരൊക്കെ എല്ലാവരും കണ്ടേക്കണ കേസാണ്. അവരൊന്നും ഇല്ലാത്തൊരു ഇത്. അല്ലെങ്കിൽ അലിൻ ജോസിൻ്റെ വീട്ടിൽ ഫാമിലിയുള്ള അലിൻ ജോസിൻ്റെ അമ്മയൊക്കെ അലിൻ ജോസിൻ്റെ പേജ് നോക്കുന്നതാണ് കണ്ടേക്കണം. അവർക്കൊന്നും ഇല്ലാത്ത വിഷമം എന്തിനാണ് റിയയ്ക്ക്? ഇവൻ ചിലപ്പോൾ പലരുടെ കൂടെ ഡാൻസ് കളിക്കും, പാട്ട് പാടും, എന്തും ചെയ്യുന്നത്. അതെന്തിനാണെന്ന് റിയ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? റിയ അഭിനയിക്കാൻ വന്ന് അഭിനയിക്കുക, പോവുക. പിന്നെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് വീട്ടുകാരൊക്കെ ആയിട്ട് ആലോചിച്ച് അവർക്ക് കൂടി സമ്മതമാണെങ്കിൽ മാത്രമാണ് നടക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏജ് കൂടുതലാണെന്ന് പറയാം. എത്ര ഏജ് എന്ന് എനിക്കറിയത്തില്ല. ഇവന് 23 വയസ്സുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ 23 വയസ്സുള്ള ഒരാളിൽ നിന്ന് കല്യാണം കഴിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അവർ പക്വതയാവാത്ത ഒരാളായിട്ട് മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? ഇപ്പോഴും ഞാൻ ഇവൻ്റെ കൂടെ നിൽക്കണ വേറെ കൊണ്ടല്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ പൊട്ടത്തരം കാര്യങ്ങൾ നമുക്കൊരു ഇഷ്ടമായതുകൊണ്ടാണ്. ഇവൻ്റെ കൂടെ വന്ന് നമ്മുടെ സുഹൃത്തുക്കളോട്ട് എല്ലാവരും പറയണം. പക്ഷെ നമ്മൾ അവരോട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ ഫ്രണ്ടാണ് ഈ രീതിയിൽ. കാരണം പീഡന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടിപ്പോവുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ കുറേ ട്രോളും കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരും എടുത്തിട്ടുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. അപ്പം എനിക്കൊന്ന് ഒന്നേ പറയാനുള്ളൂ, റിയ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പുറകെ പിടിച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നുള്ള കേസ് വിട്ടിട്ട് ഇയാളുടെ രീതിയിൽ ഇയാൾ മുന്നോട്ട് പോകാൻ നോക്കുക. അവൻ്റെ രീതിയിൽ അവന് പോട്ടെ, അതാണ് നല്ലത്. ഒരു മിനിറ്റ്. അപ്പോൾ ഷാനിബ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് കേൾക്കാം. ഷാനിബ വന്ന് കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരോട്. എന്നെ സംബന്ധിച്ച് റിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് സങ്കടമില്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിയുടെ പേര് എനിക്ക് ശരിക്കും അറിയില്ല, അലിൻ ജോസ്. ആദ്യമായിട്ട് കാണുക. അഭിലാഷേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. നമ്മൾ ഒറ്റ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഒരാഴ്ച ആയി കാണും. ഒറ്റ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ അഭിലാഷേട്ടന് തന്നെ എനിക്ക് ഈ സിനിമ കോളനി എന്ന് പറഞ്ഞ സിനിമ അതിക്ക് മുന്നേ TV കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് കാണുന്ന കോളനി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു അവസരം വാങ്ങി തന്ന പുള്ളിയാണ്. അപ്പോൾ അതിലൂടെ കോളനിയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്ത് എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ. കാരണം അതിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം ഞാൻ ചെയ്യുന്നത്. എല്ലാവരും വിചാരിച്ചേക്കുന്നത് ഞാനാ നായിക എന്ന്. പക്ഷെ ഞാനല്ല നായിക. ആ ഒരു സ്ഥാനത്തിലാണ് ആ പടത്തിൽ എനിക്ക് കിട്ടിയേക്കുന്ന ക്യാരക്ടർ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഡാൻസ് കളിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പൊ അലിൻ ജോസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് എന്നെ പീഡിപ്പിക്കുന്ന കേസൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ പുള്ളിക്ക് അതിലൊന്നിലും പെടാൻ കഴിയില്ല. കാരണം വെച്ചാൽ എൻ്റെ കൂടെ ഒരു ഡാൻസ് ചെയ്തപ്പം ജസ്റ്റ് ഇച്ചിരി വൈറലായിട്ട് നല്ല രീതിയിൽ എന്നോട് പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അതിന് കഴിയുന്നില്ല. ഞാൻ എന്നിട്ട് തമാശന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് ഞാൻ കളിയാക്കുക വരെ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല സ്റ്റെപ്പ് ഇടുമ്പം പുള്ളിക്ക് അത് അറിയുന്നില്ല. പുള്ളി വേറെ രീതിയിലൊക്കെ കളിച്ചു പോകുന്നു. അപ്പം പിന്നെ ഞാൻ പുള്ളിയുടെ രീതിയിൽ അങ്ങ് കളിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രീതിയിൽ പുള്ളിക്ക് വരാൻ കഴിയില്ല. അപ്പം ഞാനൊരു ഡാൻസർ എന്ന നിലയിൽ എൻ്റെ ഒപ്പം വരാൻ കഴിയാത്തതുകൊണ്ട് അഭിലാഷായിട്ടും പറഞ്ഞു നമുക്കത് വൈറലാക്കാൻ വേണ്ടിയാണ്. അപ്പം എങ്ങനെയെങ്കിലൊക്കെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്താ അതേ രീതിയിൽ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കളിക്കാൻ പോയി ഇവർ നല്ല രീതിയിൽ കളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ രീതിയിൽ ഞാൻ കളിച്ചു. എന്നിട്ട് പോലും അതിൽ ഇച്ചിരി വൈറലായിക്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇച്ചിരി കൂടെ പ്രപ്പോൺസ് രീതിയിൽ കളിക്കാൻ വേണ്ടി പുള്ളിക്ക് ഒന്നും അറിയില്ല. എന്നിട്ട് അഭിലാഷേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്ന പറയുമ്പോഴും പുള്ളിക്ക് അതിനൊന്നും കഴിയുന്നില്ല. എന്നിട്ട് ഞാനാണ് അങ്ങോട്ട് ചെയ്ത് കാണിച്ചത്. കാരണം ഞാനൊരു ഡാൻസർ, ഒരു ആക്ടർ, ഗ്ലാമർ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരു മടിയും തോന്നില്ല. നമ്മൾ ക്യാമറയുടെ മുന്നേ നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി ചിലവർക്ക് തെറ്റായിട്ട് തോന്നാം.
കാരണം അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. കാരണം സിനിമ എന്ന് പറഞ്ഞ ഒരു ലോകം നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ആണ്. അപ്പം പിന്നെ നമുക്ക് ഒന്ന് പാഷനും കൂടിയാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം. സിനിമ ഇഷ്ടപ്പെടാത്ത കൊച്ചു കുട്ടികൾ പോലും ഇല്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്ന. പ്രായമായവർക്കും പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാവരും കാണും. സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും ഒരു ഇച്ചിരി നേരം അതിന്റെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ മുന്നിൽ ചെന്ന് ഇരിക്കുമ്പോൾ ചിലപ്പോൾ നല്ലൊരു സിനിമ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ ഒരു ഇതെല്ലാം മറന്ന് അതിനെ ആസ്വദിച്ച് കാണും. അപ്പം നമുക്കൊരു എൻ്റർടൈൻമെൻ്റ്, അതിൽ കുറച്ച് നമുക്ക് സമാധാനം കിട്ടും. അപ്പോൾ ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വ്യക്തികളാണ് ഈ അതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുകയുള്ളൂ. ഇപ്പം ഞാനൊരു ഗ്ലാമർ, ഇപ്പോൾ ഒരു മോഡലിങ്, ഞാൻ ഒരു പിക്നി ഇട്ട് ഇറങ്ങുക, അന്നേരം പറയും അവൾ അങ്ങനെയാന്ന് പറയുന്നില്ലേ. പക്ഷെ അവർക്ക് ഈ ക്യാരക്ടറിന്റെ വില എന്താണെന്നറിയില്ല. ഒന്നാമത്തെ കാര്യം ക്യാരക്ടർ എന്താണെന്നറിയില്ല, അവൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു. ഒരു സിനിമയാകുമ്പം അതിലൊരു കഥാപാത്രം ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറാണ് അവൾ ചെയ്യുന്നത്, അവളുടെ ജോലിയാണ്. ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഇഷ്ടം, കല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ വേഷം ഞാൻ ഇടുന്നുണ്ട്, ആ വേഷം എനിക്കിഷ്ടമാണ്. ഞാൻ എല്ലാം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമാ ലോകത്ത് ഏത് ക്യാരക്ടർ കിട്ടിയാലും ഞാൻ അത് ആസ്വദിച്ച് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് വേഷം ചെയ്താലും മറ്റുള്ളവർ ഇഷ്ടപ്പെടണം. ആ ഒരു ഇതിലൂടെ എന്നെ അവർ സ്നേഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വർക്ക് എനിക്ക് കിട്ടണം എന്നോർത്തിട്ടാണ് നമ്മൾ ഓരോ വേഷങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ അവർ കളിയാക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ആ വേഷം തള്ളിക്കളയില്ല. ഇപ്പം ഞാനൊരു വേഷം പറഞ്ഞ പോലെ ഒരു വേഷം ചെയ്തു, മറ്റുള്ളവർ 4 പേര് അപ്പുറത്ത് നിന്ന് കളിയാക്കാനും ചിരിച്ചാലും അവരുടെ മുന്നിൽ വീണ്ടും ഇടാൻ പറഞ്ഞാൽ ഞാൻ അതിനപ്പുറം ഇടും. എന്താ വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ജോലിയാണ്. അതെനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടം. ഓരോരുത്തരിപ്പം ഗവൺമെൻറ് ജോലി ചെയ്യുന്നു, ഓരോരുത്തരിപ്പം മാഷായിട്ട് ജോലി ചെയ്യുന്നു, ടീച്ചറായിട്ട് പല ജോലിയും പലരും ചെയ്യുന്നു. അതിലൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ ജോലി എനിക്ക് ശരിയാണ്, ഞാൻ എന്ത് ചെയ്താലും അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ റിയ എന്ന് പറഞ്ഞൊരു ആ ചേച്ചി ഇപ്പോൾ എന്നെ കഴിഞ്ഞ് നല്ല പ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, ആ ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മൂത്ത ചേച്ചിയുടെ പ്രായമുണ്ട്. എനിക്കിപ്പോൾ 28 വയസ്സാണ്, അതിലും നല്ല പ്രായമുണ്ട് പുള്ളിക്കാരിക്ക്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരി ആ ക്യാരക്ടറിൽ പെട്ട ഒരാളാണെന്ന് ഞാൻ എപ്പോഴും 100% പറയാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ് പല കാര്യങ്ങളും ഞാൻ കേട്ടിരുന്നത് കൊണ്ട് പറയാം, അല്ലെങ്കിൽ എനിക്കറിയില്ല. പുള്ളി പറഞ്ഞത് വെച്ച് ഞാൻ പറയാം, പുള്ളിക്കാരി ആ ഒരു മൈൻഡിൽ സഞ്ചരിച്ചത് കൊണ്ട്, ആ ഒരു രീതിയിൽ പോയത് കൊണ്ട് പുള്ളിക്കാരിക്ക് എന്നെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനും കുറ്റം പറയില്ല. പക്ഷെ എന്നെ ഒന്നും കാണാതെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിപ്പോ മനുഷ്യനാണ്. ഇപ്പൊ അഭിലാഷേട്ടൻ പറഞ്ഞ നമ്മൾ ഇഷ്ടപ്പെട്ടവരുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും അല്ലേ, അത് ആർക്കും ചോദിക്കാൻ അവകാശമില്ല. ഈ ലോകത്ത് എല്ലാ അവകാശവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ദൈവം എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം തന്നു, നീ എങ്ങനെ വേണേലും പൊയ്ക്കോ, പക്ഷെ നീ നിന്റെ ജീവിതത്തിലെ വഴി നോക്കണം എന്നാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. എൻ്റെ വിശ്വാസം കേട്ടോ, മറ്റുള്ളവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ വേണേലും ജീവിക്കാം, അത് ആരുടെ അവകാശമല്ല. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ആങ്ങളമാർ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കൂല. കാരണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം. ഞാൻ നാളെ നിങ്ങൾ എന്നെ കാണുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ മരിച്ചു പോയെന്ന് വരും. മനുഷ്യൻ്റെ കാര്യം ഇന്നത്തെ കാലത്ത്, പണ്ടെന്ന് സംബന്ധിച്ച് ആൾക്കാർ 100 വയസ്സ് വരെ 105 വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ കാലം ചിലപ്പോൾ ഒരു 50 വയസ്സ് 60 വയസ്സിന് മുകളിൽ പോകുന്നില്ല. കാരണം നമ്മുടെ ഫുഡിൻ്റെയും പല പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് ഇരിക്കുന്ന കാലം വരെ എത്ര കഷ്ടപ്പാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കും, അല്ലാത്തതാണെങ്കിൽ നമ്മൾ ആസ്വദിച്ച് അങ്ങ് പോകും. ഇപ്പം എന്നെക്കുറിച്ച് പല എന്ത് പറഞ്ഞാലും നമ്മളത് ഇപ്പം എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ഞാൻ ടിക്ടോക്കിലൊക്കെ 1 മില്യൺ ലൈക്ക് വാങ്ങിയിട്ട് എനിക്ക് യൂട്യൂബിൽ ട്രോളൊക്കെ വന്നപ്പം ഇപ്പം എന്നെ ഇവിടെ തമ്മനം മാത്രമല്ല, ഈ യൂട്യൂബിൽ എൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം എന്നെ അറിയും. കാരണം അത്രയ്ക്കും വലിയ ആളായിട്ടല്ല, ഒരു ചെറിയൊരു വീഡിയോയിലൂടെയാണ് എല്ലാവരും എന്നെ അറിയപ്പെട്ടത്. അങ്ങനെയാണ് സിനിമയിൽ ഞാൻ കയറിയത്. അപ്പം എന്നെ ഡൽഹിയിലിരിക്കുന്ന പോലീസുകാർ SI വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ പൊക്കിള് കണ്ട, നിൻ്റെ തൊട കണ്ട ഞാൻ അറസ്റ്റ് ചെയ്യുന്നതിന്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ലൊരു പെണ്ണാണെങ്കിൽ, അവൾ SI ആണോ എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, നിങ്ങൾ നല്ലൊരു പെണ്ണാണെങ്കിൽ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഇട്ട് തരാം, എൻ്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യും, പിന്നെ ഒരടി നീ മുമ്പോട്ട് വെക്കില്ല എന്ന് പറഞ്ഞവളെ ഞാൻ. അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ വന്നു, ഒരുപാട് പരാതിയും ടിക്ടോക്ക് വഴി ഒരുപാട് കേസുകൾ വന്നിട്ടും എന്നെ അങ്ങനെ ചെയ്യും, നീ പാലാരിവട്ടത്തിറങ്ങ്, നീ തമ്മനത്തിറങ്ങ്, നീ ജീവനത്തോടെ ഇരിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും പലരും എന്നെ ഭീഷണിപ്പെടുത്തി. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അതിലും കൂടുതൽ ആൾക്കാരുണ്ട്. എന്നിട്ട് പോലും പേടിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ആങ്ങളമാർ 2 പേരുണ്ട്, എനിക്ക് 2 ചേച്ചിമാരുണ്ട്, അച്ഛനും അമ്മയുണ്ട്. എൻ്റെ ആങ്ങളമാർ എന്നോട് മിണ്ടില്ല. എന്തുകൊണ്ട്? ഞാൻ ഈ ഗ്ലാമർ വേഷം ചെയ്യുന്നുണ്ട്. അവർ ഇഷ്ടപ്പെടണമെന്ന് എനിക്കില്ല. കാരണം അവരുടെ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഒരു വേഷം ഇടുന്നെങ്കിൽ ആ വേഷത്തിനുള്ള കൂലി എനിക്ക് കിട്ടുന്നു, ഞാൻ ആ കൂലി വെച്ച് ഞാൻ ജീവിക്കുന്നു. അപ്പം എനിക്ക് അവരുടെ അനുവാദം വേണ്ട. കൂടപ്പുറപ്പ് തന്നെ. പക്ഷെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് മിണ്ടിയാൽ മതി. ഇഷ്ടമില്ലാത്തവരും മിണ്ടണ്ട. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന കാലം വരെ എനിക്ക് എന്ത് തോന്നുന്നു ആ രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകും. കാരണം വെച്ചാൽ എനിക്ക് അതാണ് ഇഷ്ടം. പിന്നീടാണ് അപ്പോൾ പിന്നെ അവർ നമ്മളെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ നിൽക്കില്ല. അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ അപ്പം എനിക്കിപ്പോൾ റിയയെക്കുറിച്ച് പറയുന്നത്, റിയ എന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്ക് വിഷയമില്ല.
പക്ഷേ അവൾ ആ ഒരു രീതിയിൽ പോകുന്നതുകൊണ്ടാണ് മറ്റൊരു പെണ്ണിനെ പറയുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ആ റിയ എന്ന് പറഞ്ഞ ആ ചേച്ചി എന്ന് വിളിക്കാനുള്ളൊരു ഇത് എനിക്കില്ല. എങ്കിലും വയസ്സിന് മൂത്ത വെച്ച് ഞാൻ ഒരു മര്യാദ കൊടുക്കുക. എന്നെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് റിയ എന്ന് പറഞ്ഞ ആ ചേച്ചി ഇനി ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ആ ചേച്ചി ഇതിൽ തന്നെയാണ് പോകുന്നതെന്ന് ഒരു സംശയമില്ല. അതെല്ലാവർക്കും പറയാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരു സ്ത്രീയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം എനിക്ക് തോന്നിയില്ല പുള്ളിക്കാരി എന്നെ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഒരു പേടിയില്ല. ഇതിന്റെ പേര് ഇനി കേസ് വന്നാലും കോടതി പോകേണ്ട വന്നാലും എന്റെ പേരിൽ ഇനി ഇതിന്റെ പേര് കേസ് വന്നാലും കോടതി പോകേണ്ട വന്നാലും ഞാൻ അവിടെ ധൈര്യത്തോടെ പറയും ഞാൻ ഇനിയും ചെയ്യും. ഇപ്പൊ പോലീസുകാരാണേലും ആര് SI ആണേലും എന്നോട് ചോദിക്കുക നിങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യുക വെച്ചാൽ ഞാൻ ചെയ്യുന്ന അവരുടെ മുഖത്ത് നോക്കി പറയും. കാരണം എന്നെ തടയാൻ ഇവർക്ക് ആർക്കും ഒരു അവകാശവും ഇല്ല അല്ലേ. ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് എൻ്റെ ഇഷ്ടമാണ്. ഇത് ആർക്കും ചോദിക്കാനുള്ള അധികാരമില്ല. നിസ്സാര കാര്യത്തിന് ഞാനൊരു ഗ്ലാമർ ഡാൻസ് ചെയ്തതിന് എൻ്റെ ആങ്ങള എൻ്റെ പേര് കേസ് കൊടുത്തിട്ട് സണ്ണിലേൻ്റെ എൻ്റെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് പോലീസുകാരെ കൊണ്ട് കാണിച്ച SI. അപ്പോൾ SI ചോദിച്ചത് എന്താണെന്നറിയാം, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട, നിങ്ങളുടെ സഹോദരിയാന്ന് പറയണ്ട. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അവർ ചിലപ്പോൾ ഇഷ്ടമുള്ളവരുടെ കൂടെയൊക്കെ നടക്കും, ഇഷ്ടമുള്ളവരുടെ കൂടെ പോകും, ചിലപ്പോൾ കാറിൻ്റെ മണ്ടയിൽ നിന്ന് വരും, ചിലപ്പോൾ തുണി ഇച്ചിരി ഇട്ട് നടക്കും. അതൊക്കെ എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. ഞങ്ങളെല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടണ്ട എന്നാണ് അവർ പറഞ്ഞത്. അവരവർ ജോലി ചെയ്യുന്നു, അതിൻ്റെ പേര് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയല്ല, ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല. അതുകൊണ്ട് ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് വരാൻ പാടില്ല എന്ന് അങ്ങനെ കേസ് തള്ളി നീക്കി എന്ന് പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ കോടതി കയറേണ്ടി വന്നാലും ഞാൻ ധൈര്യത്തോടെ തന്നെ പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇവരെന്നെ വിളിച്ചു, ഇവരുടെ കൂടെ ഞാൻ കളിച്ചു, അത്രേ ഉള്ളൂ. ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞ് ഞാൻ കളിച്ചു. ഇനിയിപ്പൊ ഈ നിമിഷം ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവര് ഏത് രീതി ആക്ട് ചെയ്യാൻ പറഞ്ഞാലും ഡബിൾ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കും. റിയക്ക് എന്ത് വേണേലും എന്നെ കുറിച്ച് ചെയ്യാം, എന്ത് വേണേലും പറയാം. റിയയുടെ വീട്ടിൽ ചെന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞാലും ഞാൻ ഈ പുള്ളിയും കൂട്ടിയിട്ട് പോയി ഞാൻ കളിക്കും, പുള്ളിക്ക് സമ്മതമാണെങ്കിൽ. ഒരു പേടിയില്ല. റിയ എന്നല്ല, ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ ശരി, എൻ്റെ പേര് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ രോമത്തിൽ പോലും തൊടാൻ അവർക്ക് കഴിയില്ല. കൂടി വന്നാൽ ഈ ജന്മത്തിൽ ജനിച്ചാൽ ഒരിക്കലും മരിക്കണം. അത് എവിടെ വെച്ച് വേണേലും സംഭവിക്കാം. അത് മരണമല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് റിയക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. എന്തായാലും റിയ പറഞ്ഞ സ്ഥിതിക്ക് അഭിലാഷേട്ടൻ പറയുന്നുണ്ട് ഒരു ഡാൻസും കൂടെ ചെയ്യണമെന്ന്. അത് നമ്മൾ ഉറപ്പായിട്ട് ചെയ്തിരിക്കും. കാരണം അതും റിയക്ക് വേണ്ടി. റിയ പ്രതികരിക്കട്ടെ, റിയ മുന്നോട്ട് പോട്ടെ, കേസ് കൊടുക്കുന്ന കേസ് കൊടുക്കട്ടെ. എന്നാലേ എനിക്ക് ഇൻട്രസ്റ്റ് കൂടുള്ളൂ, എനിക്ക് എന്നാലേ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ റിയ എന്നെ സപ്പോർട്ട് ചെയ്യാണ്. റിയ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തിനാണ് മടിച്ച് നിൽക്കുന്നത്? എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊപ്പം ഞാനും പോകണം അല്ലേ. റിയ എന്നെ പ്രതികരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഞാനും പോയാൽ മാത്രമേ ഞാൻ ജയിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവളുടെ മുന്നിൽ തോറ്റുപോകില്ലേ. അതുകൊണ്ട് എനിക്ക് തോക്കാൻ ഒരിക്കലും താല്പര്യമില്ല. എനിക്ക് ജയിക്കണം. ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആ കാര്യത്തിൽ എനിക്ക് ജയിച്ചിരിക്കണം. ഇപ്പോഴും പറയാവോ, ചെറിയൊരു കാര്യം പറയാം. എൻ്റെ കുടുംബത്തിലെ കാര്യമാണ്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഒരു പനി വന്നിട്ട് എൻ്റെ നേരെ മൂത്ത ആങ്ങള കൊണ്ടുപോയി വീട്ടിൽ വെച്ചു. ആങ്ങളെയും വൈഫും കൂടെ ചേർന്ന് ഫസ്റ്റ് തന്നെ IC കൊണ്ടിട്ട് അറ്റാക്ക് വന്ന് അങ്ങനെ ഇവിടെ ജസ്റ്റ് ഇന്ന് മറ്റേ ബയോപ്സിക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എൻ്റെ ആങ്ങളയുടെ വൈഫ് എന്ത് ചെയ്തു, അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു. ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് ടെസ്റ്റിന് കൊടുത്ത് 10 ദിവസമാണ് ഡോക്ടറിന് വേണ്ടി. പക്ഷെ പുള്ളിക്കാരി ചെയ്തത് ആ 10 ദിവസം കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇനി ഇവിടെ കുത്തിയെടുക്കാനും പറ്റില്ലെന്ന് പറഞ്ഞു. ക്യാൻസറാണ്, അപ്പോൾ കുത്തിയെടുക്കാനും പറ്റില്ല, എടുത്തു കഴിഞ്ഞാൽ അമ്മ മരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനും തറവാടിനും വേണ്ടിയാണ് എൻ്റെ ആങ്ങളെയും വൈഫും കൂടി ഇത് ചെയ്തത്. ഏറ്റവും മോനാണ്, എന്നെ കഴിഞ്ഞ് നേരെ മൂത്ത ആങ്ങളയില്ല. അപ്പം ആങ്ങളെ അമ്മ എന്നെ നോക്കി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ ആങ്ങളേക്ക് കിട്ടുമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്ന്. എൻ്റെ നേരെ മൂത്ത ആൾക്കാർക്ക് എല്ലാവർക്കും 1 ഏക്കറും 2 ഏക്കർ സ്ഥലമൊക്കെ കൊടുത്ത്, ഞങ്ങൾ അത്യാവശ്യം നല്ല സ്ഥലമുള്ള ആൾക്കാരായിരുന്നു, എല്ലാം കൊടുത്തു. എനിക്കൊന്നും തന്നിട്ടില്ല. ഞാൻ ഇവരുമായിട്ട് ചെറിയൊരു പിണക്കത്തിൽ എറണാകുളത്ത് വന്നു. അങ്ങനെ ഞാൻ ഇവിടെ സ്റ്റേ ആയതാണ്. അപ്പോൾ ആരുമായിട്ട് ഒരു ടച്ചില്ലായിരുന്നു. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കാണാൻ വരാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ അങ്ങോട്ട് അവരെ ചെയ്യാമെന്ന്. ഇവർ ആരുടെ ഒരു ഹെൽപ്പും ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പോഴും ആരുടെ ഹെൽപ്പിലല്ല ജീവിക്കുന്നത്. ഞാൻ കഷ്ടപ്പെടുന്നത്, ഞാൻ ജീവിക്കുന്നു. അപ്പം അമ്മ ഇപ്പോൾ വീട്ടിലുണ്ട്, കിടപ്പാണ്. അപ്പം അമ്മ ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് ഞാൻ ചെയ്തു. 1.5 മാസം 2 മാസങ്ങളായി അമ്മേനെ വീട്ടിൻ്റെ അകത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ഛൻ ചെല്ലുമ്പോൾ അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക ആങ്ങളെയും വൈഫും കൂടി. എന്നിട്ട് അമ്മേനെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, ഭക്ഷണം കൊടുക്കാതെയും മരുന്നില്ലാതെയും ഈ ക്യാൻസർ വന്ന ഒരാളെ ഭക്ഷണം കൊടുക്കാതെയും അതിൻ്റെ ചികിത്സ കൊടുക്കാതെയും ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പം 2 മാസമായപ്പോഴേക്കും അമ്മ തീരെ ആയി കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇളയ മോളെന്ന നിധിക്ക് സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞു, മോളെ എങ്ങനെയെങ്കിലും ഒന്ന് അമ്മേനെ കൊണ്ടുപോകണം, അല്ലെ അമ്മ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. അച്ഛനൊരു കാര്യം ചെയ്യും, ആങ്ങളയുടെ വീട്ടിൽ നിന്ന് ഇറക്കിത്താ,
ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ആങ്ങളയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വന്നേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. RTC എന്ന് പറഞ്ഞ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ തള്ളിക്കളഞ്ഞു. അവർ പറഞ്ഞു എടുക്കാൻ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്താൽ അമ്മ മരിച്ചു പോകുന്നു. അത് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് കൊച്ചിൻ ക്യാൻസർ സെൻ്ററിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ വന്നപ്പോൾ ആ ഡോക്ടർ ഞങ്ങളെ തള്ളിക്കളഞ്ഞു. പിന്നെ അന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് വീണ്ടും അറ്റാക്ക് വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ജനറൽ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഒരു ദിവസം IC ഇട്ടു. വൈകുന്നേരം 4:30-5 മണിയായപ്പോഴത്തേക്ക് അമ്മേനെ മെഡിക്കൽ കോളേജിലേക്ക് ആക്കി. അങ്ങനെ 1.5 ആഴ്ച 2 ആഴ്ചയോളം അവിടെ അഡ്മിറ്റ് ആക്കി. ഇപ്പോഴും അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ആങ്ങളയുടെ ഒരു കേസും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ആ സ്ഥലവും സ്വത്തും വീടും എല്ലാം എടുത്തോ, എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇട്ട ഡ്രസ്സോടെയാണ് ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയത്. എന്നെ ഇവരെല്ലാം തള്ളിക്കളഞ്ഞതാണ് ഞാൻ ഇറങ്ങിപ്പോന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. എൻ്റെ അമ്മേനെ ഞാൻ നോക്കും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ അമ്മയോട് ഈ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. എൻ്റെ ആങ്ങളെയൊന്നും ഞാൻ നോക്കിയില്ല. എൻ്റെ ആങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരോട് മിണ്ടിയില്ലെങ്കിലും ഇവരെല്ലാവരും ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ കേസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഈ മരണാവസ്ഥ എത്തിയത് ഈ ആങ്ങളെയും വൈഫും കാരണം. അപ്പോൾ ആങ്ങളെ ഇത് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആങ്ങളയുടെ വൈഫാണ് ഈ സംഭവം കൊണ്ട് ഒളിച്ചു വെച്ചത്. ആങ്ങളയുടെ വൈഫും ആങ്ങളയുടെ ചെറിയ കുട്ടിയുണ്ട്, ഇളയ കുട്ടി. ആ കുട്ടിയാണ് ഇത് ഒളിച്ചു വെച്ചത്. പക്ഷെ എന്തിനവർ ചെയ്തു? അവർക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാലോ. അതവർ ചെയ്തില്ല. അവർ ഒറ്റയ്ക്കെങ്കിലും പോയി ജീവിക്കൂലേ? അപ്പോൾ ഒരു ജീവൻ എടുക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അതിൻ്റെ ശിക്ഷ എൻ്റെ ആങ്ങളെയാണേലും വൈഫാണേലും അത് അവരനുഭവിക്കണം. അപ്പോൾ ആ കേസിലൂടെയാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. എൻ്റെ അമ്മേനെയും വെച്ചിട്ട് കൊടുക്കാത്ത സ്ഥലമില്ല. വണ്ടിപ്പെരിയ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടുത്തെ പോലീസുകാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതികരണം തരുന്നില്ല. അവരെൻ്റെ ആങ്ങളയ്ക്ക് സപ്പോർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവസാനം അവരെ കോൾ ചെയ്ത് ചോദിച്ചു, സാറേ നിങ്ങൾ എൻ്റെ ആങ്ങളയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നുണ്ടോ? എങ്കിൽ അതേപോലെ ഒരു കൈക്കൂലി ഞാനും തരാം. എൻ്റെ അമ്മയ്ക്ക് ആ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കണ്ടതിൻ്റെ ആ റിപ്പോർട്ടൊന്ന് വാങ്ങിത്താ, എനിക്ക് അടുത്ത ചികിത്സ തുടങ്ങാനാണ്. അപ്പോൾ അവർ തന്നെ ആങ്ങളയുടെ കയ്യില്ലെന്ന്. ഇവർക്ക് എങ്ങനെ അറിയാം ആങ്ങളയുടെ കയ്യിൽ നിന്ന്? ആങ്ങളെ പറഞ്ഞ് ഇല്ലയെന്ന്. അത് കള്ളത്തരമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി എൻ്റെ അച്ഛനെ വിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ്, ഇന്നാണ് ആ റിപ്പോർട്ട് എനിക്ക് കിട്ടിയത്. അപ്പം അവരുടെ ഈ ഉണ്ടോ ഇല്ലെന്ന് എന്താ ഉറപ്പ്? അവരുടെ ഉണ്ട്. അവർ കീറി നശിപ്പിച്ച് കളഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെ റെഡിയാക്കി തന്നു. 3 ദിവസം കഴിഞ്ഞ് വന്നതിന് 3 ദിവസം കഴിഞ്ഞ് റെഡിയാക്കി സംഭവം കൈ തന്നു. അപ്പം എന്തായാലും അവർ ചെയ്ത് തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ ഞാൻ എന്തായാലും വാങ്ങിക്കൊടുക്കും. ആങ്ങളെയൊന്നും നോക്കില്ല, ആങ്ങളയുടെ വൈഫാണ്, കുടുംബമൊന്നും ഞാൻ നോക്കില്ല. തെറ്റ് ആര് ചെയ്യുന്നോ, ഇതിപ്പോൾ എനിക്ക് എൻ്റെ മക്കളാണേ ശരി, തെറ്റ് ചെയ്ത് അവർ ശിക്ഷ അനുഭവിക്കണം. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാൻ ചെയ്താൽ ഞാൻ അനുഭവിക്കണം. കാരണം ഇപ്പം എൻ്റെ അമ്മ ഈ അവസ്ഥയിലായത് എൻ്റെ ആങ്ങളയുടെ വൈഫ് ഒറ്റയെടുത്ത് ശാലിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കാരണമാണ്. അവൾക്കും 2 പെൺമക്കളുണ്ട്. നാളെ ഒരു സമയത്ത് ആ കുട്ടികൾ ഇവരെ അങ്ങനെ ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? അമ്മ ചെയ്യുന്നതുകൊണ്ടാണ് മക്കൾ പഠിക്കുന്നത് അല്ലേ? ഇന്നും എനിക്ക് 2 കുട്ടികളുണ്ട്. ഇന്നും ഞാൻ ഗ്ലാമർ ചെയ്യുമ്പം എൻ്റെ മോള് നല്ല രീതിയിൽ ഗ്ലാമറിൽ ഡാൻസ് കളിക്കും, വീഡിയോ എല്ലാം ചെയ്യും. എല്ലാവരും ചോദിക്കുന്ന അമ്മയും മോളും ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞാൽ അതെ, ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവളുടെ കഴിവ് അവൾ കാണിക്കുന്നത്, എൻ്റെ കഴിവ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള അവൾ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മോൾ എന്നെ പോലെയാണെന്ന് പറയുന്നത്. ചിലപ്പോൾ എൻ്റെ കഴിഞ്ഞ് കടത്തി വെട്ടുമെന്ന് പറയുന്നത്. അത് സന്തോഷമുള്ള കാര്യം. എനിക്ക് എൻ്റെ കഴിഞ്ഞ് ബെറ്റർ ആവുകയാണെങ്കിൽ അത് നല്ലതല്ലേ? അവളായിക്കോട്ടെ, അവളുടെ ഇഷ്ടമല്ലേ. എനിക്ക് അവളെ തടയാൻ പറ്റില്ല. കൊച്ചുകുട്ടിയാണേലും ഞാൻ അവളെ തടയൂല. അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അതാണ് അവിടെ. ഞാൻ ആരും തടയില്ല. കാരണം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുമ്പം എൻ്റെ മോളിൽ അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. നമ്മളിപ്പം അവൾ അങ്ങനെയാണ്, ഇങ്ങനെ പോകും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരു പെൺകുട്ടീനെയും പറയില്ല, ഒരു പെണ്ണിനെയും പറയില്ല. കാരണം അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ജീവിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിയേണ്ട കാര്യമുണ്ടോ? ഞാൻ എങ്ങനെ മറ്റുള്ളവർ മുന്നിൽ മറ്റുള്ളവരോട് സഹകരിക്കുന്നു, മറ്റുള്ളവരോട് ഇടപെടാൻ പഠിക്കുന്നു, അത് അവർക്ക് എങ്ങനെ അവർ വരുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കുന്നു, അത് മാത്രം അവർ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഞാൻ ആരെയും ദ്രോഹിക്കാനോ ആരെയെ കുറിച്ച് പരാതി പറയാനോ ബുദ്ധിമുട്ട് ഒന്നിനും ഞാൻ പോകുന്നില്ല. ആരുടെയും ചെലവിലും ഞാൻ ജീവിക്കുന്നു, കഷ്ടപ്പെടുന്നു ജീവിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ റിയ എന്നവൻ്റെ ചേച്ചി ഇനി ഇതിലൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഞാനും അതിലൂടെ മുമ്പോട്ട് പോകും. റിയ ചേച്ചി ഇത് ഒരു സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ മുന്നിലത്തെ സ്റ്റെപ്പ് ഞാൻ വെച്ചിരിക്കും. എനിക്ക് ഒരു മടിയില്ല. ഞാൻ അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ എന്താകുമെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. കാരണം ഇവർ ക്ഷണിച്ചിട്ടാണ് ഞാൻ ഇവരുടെ കൂടെ ഡാൻസ് കളിച്ചത്. ഇനി ഇവരത് പറയുകയാണെങ്കിൽ ഞാൻ ഇത് അതിൻ്റെ അപ്പുറം ഇവരുടെ കൂടെ ചെയ്യും. അതോടൊപ്പം വ്യക്തിപരമായ കാര്യമാണ് ഡാൻസ് കളിക്കുക എന്നുള്ളത്. ഒരു വ്യക്തിപരമായ ഒരു കാര്യമാണ്. അത് ആർക്കും തടയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ആർക്കാണെങ്കിലും ഡാൻസ് എന്നുള്ളൊരു വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിക്കാനും പറഞ്ഞ ആർക്കും അവകാശമില്ല. പിന്നെ എന്തായാലും കോളനി മൂവിയിൽ നല്ലൊരു വേഷം ചെയ്ത് മനാഫ് ആദിനാടിൻ്റെ എന്തായാലും വളർന്നു വരുന്നൊരു കലാകാരിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സങ്കടമാണ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചത്. കാരണം ഒരാൾ അറിയാണ്ട് നമ്മൾ ഒരുപാട് കമൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, തെറ്റായിട്ട് പറയുന്നുണ്ട്. അത് ഒരു കാര്യം ചിന്തിക്കുക,
അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. വെറുതെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കേട്ടില്ലേ, ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അത് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയാണ് കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നത്. അപ്പം എന്തായാലും അലിൻ പെരേര അദ്ദേഹം എന്തായാലും മുന്നോട്ട് ഇങ്ങനെ പോട്ടെ, കുഞ്ഞു റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒതുങ്ങി പോട്ടെ. അപ്പോൾ റിയ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ പാട്ടും പോട്ടെ, റിയയുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. എനിക്കിതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഷാനിബേനെ നല്ലൊരു ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് ഷാനിബേനെ അങ്ങനെ പറഞ്ഞപ്പോൾ, അതായത് ഇവളെ വെടിയെന്നും വീശിയെന്നൊക്കെ വിളിച്ചുള്ള വോയിസ് ഞങ്ങൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് ഇത്ര പ്രതികരിച്ചത് കേട്ടോ. അപ്പോൾ അതുപോലെ വേറെ ആരും വിളിക്കല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊരു സ്ത്രീയാണ്, റിയ ഒരു സ്ത്രീയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്തായാലും നല്ല രീതിയിൽ പോട്ടെ, പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ അലിനും 2 വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഷാനിബ ചേച്ചിയോടാണ്. അപ്പോൾ ഇപ്പോൾ റിയ നമ്മളെ പല രീതിയിലും മോശമായിട്ട് പറയുന്ന വീഡിയോ കണ്ടായിരുന്നു. ഞാൻ വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ടെൻഷൻ കാരണം ഞാൻ വീഡിയോ ഒന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ കളിച്ച ഒരു ഡാൻസ് കണ്ടു. കമന്റ് ഒന്നും ഞാൻ നോക്കാറില്ല സത്യം പറഞ്ഞാൽ. എന്റെ കമന്റ് തന്നെ ഞാൻ നോക്കിയിട്ട് ഒരു പ്രതികരണം ഞാൻ കൊടുക്കില്ല. പറയുന്നവരവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ, നമ്മളങ്ങ് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നാണ് എൻ്റെ മൈൻഡ്. അതുകൊണ്ട് ഞാൻ കമന്റ് ആരെയും നോക്കാറില്ല, അവർ മറുപടിയും കൊടുക്കാറില്ല. കാരണം അതുകൊണ്ട് എന്നോട് ആർക്കും പിണക്കുമില്ല. കാരണം നമ്മൾ മറുപടി പറയുമ്പോൾ അവർക്ക് വീണ്ടും പറയാൻ തോന്നും. നമ്മൾ ഒന്നും മിണ്ടിയിലും കണ്ടില്ല, അവർ പറയില്ല. അവർ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അവരുടെ വായങ്ങ് കഴിക്കുമ്പോൾ അവരങ്ങ് നിർത്തും. എന്താ സാധാരണ ഒരു ഡയലോഗ് പറയണ്ടല്ലോ, പട്ടിയുടെ വാലി കുഴലിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മളെ കുറ്റം പറയുന്നവരുടെ വായ അടയ്ക്കാൻ നമുക്ക് പറ്റിയ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇങ്ങോട്ട് അഭിലാഷനെ അപ്പൊ ഞാൻ ചോദിച്ചതേ, ഇപ്പൊ നമ്മള് റീൽസ് ചെയ്തല്ലോ, റീൽ ടാഗ് ഇപ്പൊ വേറെ കാര്യം. അപ്പൊ റീൽസ് ചെയ്ത സമയത്ത് ഞാൻ മോശമായിട്ട് വല്ലതും പ്രതികരിച്ചിരുന്നു? ഇല്ല. ഇങ്ങോട്ടും വല്ലോ പറഞ്ഞിരുന്നു ചേച്ചി? അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതേ, ഇപ്പൊ റിയ പറയുന്നത് എല്ലാ പെണ്ണുങ്ങളടുത്തും പല രീതിയിൽ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കും. റിയ പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം നിങ്ങൾ അടുത്ത പെണ്ണിനെ വേറെ പരിപാടിക്ക് ഉപയോഗിക്കാനാണോ അത് പറഞ്ഞില്ല. ഇപ്പൊ റിയ പറഞ്ഞതേ, ഇപ്പൊ ഈ അവളെ നായകസ്ഥാനത്ത് മാറ്റിയിട്ട് വേറെ എന്താ പരിപാടി, ഈ റീൽസിനെ പറ്റിയും പറഞ്ഞു. ഇപ്പൊ എന്റെ അല്ലാണ്ട് അടുത്ത പെണ്ണിന്റെ കൂട്ടിക്കൊടുക്കണ്ടെന്ന് ബ്രൈറ്റിനോട് ചോദിച്ചു. മനസ്സിലായി ഈ വീഡിയോ വന്നപ്പോ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ചേച്ചി? എന്റെ കൂടെ ശാരീരികമായിട്ട് ഇടപെടാനാണ് ചേച്ചി റീൽസ് ചെയ്തത്? അല്ല, എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ഒരു ഡാൻസ് ചെയ്യാൻ വിളിച്ചു. അപ്പോൾ ആ ഡാൻസിൽ നമ്മൾ എങ്ങനെ ചെയ്യണം, ഏത് രീതി പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ എൻ്റെ ആ ക്യാരക്ടർ വെച്ചാണ് ഞാൻ ചെയ്തത്, അല്ലാതെ ഒരാളുമായിട്ട് അങ്ങനെ ഒരു മൈൻഡിലല്ല ഞാൻ. മോശമായിട്ടുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ റീൽസ് ചെയ്യിപ്പിച്ചതെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കണ്ടിട്ട്. കാരണം പുള്ളിയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കൂടെ ഡാൻസ് കളിച്ചപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് തോളെ കൈവെക്കാൻ പറ്റുമ്പോൾ തന്നെ പുള്ളിക്ക് അത് എങ്ങനെ വെക്കണം എന്നറിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരാൾ റിയ എന്ന് പറഞ്ഞ ഈ 39 വയസ്സോ 40 വയസ്സുള്ള ആന്റിയെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു സത്യം പറയാൻ. കാരണം അതിലും വലിയ ചെറുപ്പക്കാരിയാണ് ഞാൻ. എന്നെ കണ്ടിട്ട് പോലും എങ്ങനെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം അല്ല പല സ്ഥലത്ത് വെച്ച് മാറി പീഡിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെനിക്ക് ഒരു ടോമാഞ്ചേരി കഥ പോലെയും. പിന്നെ നിങ്ങൾ സിനിമ കാണാറുണ്ടോ? അല്ല, പുള്ളിക്കാരി ചിലപ്പോ ഈ പീഡനത്തില് പറയാനുള്ളത് ചേച്ചി സിനിമ കാണാറുണ്ടെന്ന് പറയല്ലോ. ഞാൻ സിനിമ കാണാറുണ്ട്. രാമലീല കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. രാമലീലയില് ഹോപ്പർ ഷോട്ടാ എന്താണ് പറയുന്നത്, ഹോപ്പർ സൂട്ട്, ആ ഒരു പരിപാടി കണ്ടിരുന്നു ആ സിനിമയുടെ അകത്ത്? കണ്ടായിരുന്നു. ഏറെ സമയത്ത് എല്ലാ ദിവസവും സംരക്ഷണം ചെയ്തായിട്ട് കളിക്കുന്നുണ്ട്. ദിലീപേട്ടൻ വേറെ വിദേശത്ത് പോവുക. അപ്പൊ അതേപോലെ എന്റെ ലുക്ക് കണ്ടില്ലേ? അന്ന് കുറച്ച് മുടി ഉണ്ടായിരുന്നില്ല എനിക്ക്? അന്ന് കുറച്ച് മുടിയുണ്ട്, ഇപ്പൊ വെട്ടി. ഇവള് പൈസ തന്നപ്പോ ഞാൻ വെട്ടിയതാണ് എനിക്ക് ചോദിയുണ്ട്. അപ്പൊ ലുക്ക് കുറച്ച് ഷെയർ ചെയ്തു, കുറച്ചും കൂടെ ലുക്ക് ആയിക്കോട്ടെ. പൈസ ലുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ, ഹോപ്പർ ഷൂട്ട് എന്ന സംഭവത്തില് പല വീഡിയോസ് ഇട്ടു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ആ കഥാപാത്രം രാമനുണ്ണി എന്ന കഥാപാത്രത്തെ വെള്ളപൂശാൻ ശ്രമിച്ചു. പക്ഷെ രാമനുണ്ണി എന്ന കഥാപാത്രം ശരിക്കും അലമ്പാണ് കാണിക്കുന്നത്. മനസ്സിലായോ? പ്രതിയാണ്. ആ ഇങ്ങനെ ഞാനിങ്ങനെ മുണ്ടുടക്കി വെച്ച് ഡബിൾ മറ്റേ പുള്ളിൽ ഇങ്ങനെ വെടിവെക്കാനായിട്ട് ആ പുള്ളി കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഞാൻ മുണ്ടെടുത്തത് അതിനുവേണ്ടിയല്ല, കാരണം ഇന്ന് അമ്മാമ മറ്റേ ജീൻസ് മാറ്റി കളഞ്ഞപ്പോൾ ഞാൻ മുണ്ടെടുത്തത്, അല്ലാണ്ട് ഇത് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ മുണ്ടെടുത്തത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ സ്മാർട്ട് പീസ് വീഡിയോയിൽ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. ഇപ്പൊ 3-ാമത്തെ വീഡിയോ ആണ്, അല്ല
രണ്ടാമത്തെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 3, 4, 5 എപ്പിസോഡൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെ പേരും പറയുന്നുണ്ട്. ഇപ്പൊ ബ്രൈറ്റ് അത്ര നല്ലവനല്ല. ആദ്യം എനിക്ക് കൂടെ ഉണ്ടാവുന്നതാണ് ബ്രൈറ്റ്. അപ്പൊ ബ്രൈറ്റ് ഇവളുമായിട്ട് കറങ്ങാത്ത സ്ഥലമില്ല. ഇവള് ആയിട്ട് ബീച്ചില്, പാർക്കില്, കളമശ്ശേരിയിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ട്. ഡബിങ് സ്റ്റുഡിയോയിൽ വരെ ഇവർ കറങ്ങി നടന്ന സംഭവങ്ങളൊക്കെ എനിക്ക് നേരിട്ട് അറിയാം. സെറ്റിൽ വെച്ചാണെങ്കിലും ഇവളെ കാണുമ്പോൾ കിസ് അടിക്കുക, അടുത്ത് വന്ന് കിടക്കുക എന്നൊക്കെ പല പരിപാടികളും നടന്നിട്ടുണ്ട്. ഇത് എനിക്ക് പറയാനേ പറ്റുള്ളൂ. എന്നെ വിശ്വസിക്കേണ്ടത് പ്രേക്ഷകരാണ്. കാരണം ഞാൻ എന്നെ പോലത്തെ ഒരു കുട്ടിത്വമുള്ള മൈൻഡുള്ള ആള് ഒരു 39 വയസ്സുകാരുടെ ശാരീരികമായിട്ട് ഇടപെടില്ല, ഒന്നും നടക്കത്തില്ല. പിന്നെ ഇവളുടെ ആഗ്രഹപ്രകാരം ഒന്ന് കെട്ടിപ്പിടിക്കാകുമ്പോൾ ഒക്കെ എന്നുള്ളത് ഇപ്പൊ മാനസികമായിട്ട് ചെയ്തു പോയതാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് സിനിമാറ്റിക് ഇത് സിനിമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ടോ ഈ റിയയുടെ ഈ കടന കഥ? പല എപ്പിസോഡായിട്ടാണ് ഇത് റിലീസ് ആകുന്നത്. ഇതിപ്പോ 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 2 മണിക്കൂർ ടെലികാസ്റ്റ് ചെയ്യേണ്ട, അപ്പൊ തന്നെ ടെലികാസ്റ്റ് ചെയ്യേണ്ട സാധനം കട്ടിങ് ആയിട്ട് പല ദിവസങ്ങളിലിട്ട് നാറ്റിക്കുന്ന ചട്ടത്തരമല്ലേ? ശരി, അത് ചെറ്റത്തരം തന്നെയാ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ നാറ്റിക്കാം അവൾക്ക് എന്നെ മാത്രമാണ് ജയിലിൽ കയറ്റണമെന്ന് ഉദ്ദേശമെങ്കിൽ എന്നെ മാത്രം പറഞ്ഞാൽ പോരെ. മനസ്സിലായ? ഇപ്പോ ബ്രൈറ്റ് എന്നത് പ്രതിയാണോ നിരപരാധിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ബ്രൈറ്റുമായിട്ട് അവള് പല രീതിയിലുള്ള റിലേഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല നേരിട്ട്, പക്ഷെ ഫ്രണ്ടായിരുന്നു, ബ്രൈറ്റിന്റെ ഫ്രണ്ടായിരുന്നു ഈ റിയ എന്ന് പറഞ്ഞ പെൺകുട്ടി. കാരണം അറിയില്ലാത്ത കാര്യമല്ല, ബ്രൈറ്റിന്റെ ഫ്രണ്ടായിരുന്നു പല അല്ല സംസാരിക്കുമായിരുന്നു ഫോണിൽ നിരന്തരം ബസ്സൊക്കെ സെറ്റ് വെച്ച്. അവനാണ് അവളോട് സംസാരിച്ചത്. ഇങ്ങോട്ട് തന്ന് സംസാരിപ്പിച്ചു കൂടിയില്ല അന്ന്. അത്രക്ക് എന്നോട് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി ആയിരുന്നില്ല റിയ. പിന്നെ ഐസ്ക്രീം റീൽസ് കഴിഞ്ഞിട്ടാണ് നമ്മളോട് പ്രണയം അഭ്യർത്ഥന നടത്തുക. പിന്നെ ഷോർട്ട് ഫിലിമിന്റെ നടക്കണമെന്ന രീതി കൊണ്ട് കറക്റ്റായിട്ട് അവൾ പറയുന്ന വാക്കുകൾ കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. അഡ്ജസ്റ്റ്മെന്റ് തന്നെ അവളുടെ ഒരു വാക്കുകൾ, അല്ലാണ്ട് ഇവളായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. വേണമെങ്കിൽ വൈദ്യ പരിശോധന നടത്താവുന്നതാണ്. കാരണം എൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും ഓപ്പണായിട്ട് പറയുന്നത് ഇവളുമായിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. തൊട്ടാ പീഡനം നോക്കിയാൽ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുരുമ്പിട്ടാൽ ലോകം തന്നെ മുടിഞ്ഞു പോകും. അതാണ് നമ്മൾ ഈ വിഷയത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓടി വരുന്നത് സരിത വിഷയങ്ങളാണ്. സരിത, സ്വപ്ന സുരേഷ് പോലുള്ള അവളുടെ കാര്യങ്ങളിലേക്ക് ഈ വിഷയം എടുത്ത് വരുമെന്ന് പറയുന്നു. കാരണം വരും കാലങ്ങളിൽ ഈ പെണ്ണ് ഇങ്ങനെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും കാര്യം സൂക്ഷിക്കുക. ആണും പെണ്ണും എന്ന് പറയുന്നത് 2 ധ്രുവങ്ങളാണെങ്കിലും മനുഷ്യന്മാരാണ്. മനസ്സിലായോ? അപ്പൊ അതില് പെണ്ണിന് പരിഗണന ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് തെണ്ടിത്തരവും അലിൻ ജോസിനെ പറ്റി പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ റിയ പൊന്നുമോളെ, അലിൻ ജോസ് ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. അലിൻ ജോസിന് ഫാമിലി ഉണ്ട്, അച്ഛൻ അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട്. അവരൊക്കെ കൈയും കെട്ടിയിരിക്കില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങളെ ആരും എൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ നിന്നെ എന്തെങ്കിലും കയ്യേറ്റം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്തം പറയില്ല. കാരണം നീ അത്രത്തോളം എന്നെ മോശമാക്കിയാണ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കോടികളുടെ ആസ്തികളൊന്നും ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല. കാരണം നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം മീഡിയയിൽ തുറന്നു പറയുന്ന നാളെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ അലിൻ ജോസിൻ്റെ മുഖത്ത് കയറിയിട്ട് കാര്യമില്ല. നീ അത്രക്ക് അലിൻ ജോസിനെ പറ്റി തെണ്ടിത്തരവും പോയത്തരവും മണ്ടത്തരവും പീഡിപ്പിച്ചെന്നും ഒക്കെ പലയിടത്ത് വെച്ച് മാറി ഇത് എന്താണ് നടിയാക്രമിച്ച കേസാണ്. അങ്ങനെ മാറി പീഡിപ്പിച്ചെന്ന് പറയാനായിട്ട് നീ നടന്ന സംഭവങ്ങൾ പറ മര്യാദക്ക്. കാരണം മറ്റേ ഈ നമ്മുടെ വയസ്സത്രയെന്ന് പടത്തിൽ നീ എൻ്റെ കൂടെ നിന്നു, നീ ഉമ്മ വെക്കാൻ പറഞ്ഞു, ഉമ്മ വെച്ചു, അതൊക്കെ ശരിയാ, ക്യാമറയിലുണ്ടാവും. അപ്പം അതും പറഞ്ഞ് നീ ശാരീരികമായിട്ട് നിന്നെ ഉപയോഗിച്ചു, ബന്ധത്തിൽപ്പെട്ടു എന്നൊക്കെ പറയണപ്പോൾ നീ ഒന്ന് ഓർക്കണം, പ്രേക്ഷകർ മണ്ടന്മാരല്ല. കാരണം എന്നെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു സെലിബ്രിറ്റി റിവ്യൂവറാണ്. അപ്പോൾ കാര്യം ഒരു 50% പേർക്കെങ്കിലും ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കും. കാരണം തിയേറ്ററിൽ ഡാൻസും കളിച്ച് കോമാളിത്തരം കളിച്ച് കോമഡി ചെയ്യുന്ന ഒരാൾ ഒരു പെണ്ണിനെ കയറി റേപ്പ് ചെയ്യില്ല, പീഡിപ്പിക്കില്ല എന്ന് പലർക്കും അറിയാം. അത് നിനക്കറിയാമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കും നിന്റെ വിധി. താങ്ക് യു. ഓക്കെ, എന്തായാലും പ്രഷറോടൊരു കാര്യങ്ങളും പറഞ്ഞ് നിർത്തുകയാണ്. എന്തായാലും ഷാനിബ കൂടെ പെരേര ഡാൻസ് കളിച്ചു. അപ്പോൾ അതിലൂടെയാണ് വിഷയം തുടങ്ങിയത്. ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിൽ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത്
റിയയുടെ ഒരു വോയിസ് വന്നു. അത് മോശമായ രീതിയിൽ ഇവള് എന്താ പറയുക വേശ്യാശ്രീ ഒരു വെടി അവളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആര് എന്തുമാവട്ടെ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ കൊള്ളില്ല. ഒരു സ്ത്രീയെക്കുറിച്ച് പറയാൻ കൊള്ളില്ല. അങ്ങനെയാണ് പ്രശ്നം തുടങ്ങിയത്. അതിലൂടെ ഇവനെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കെട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷയം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, മുന്നോട്ട് നല്ല രീതിയിൽ എല്ലാവരും പോവുക. പിന്നെ ബ്രൈറ്റിനെ കുറിച്ച് പറഞ്ഞ് എനിക്ക് ബ്രൈറ്റിനെ കുറിച്ച് അറിയില്ല. ഇവ ഒരു മിനിറ്റാ ബ്രൈറ്റിനെ കുറിച്ച് പെരേര പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് മാന്യമായിട്ട് ഇടപെടുന്നതാണ് ഞാൻ കണ്ടേക്കണത്. അതുകൊണ്ട് ബ്രൈറ്റിനെ കുറിച്ച് എനിക്ക് തെറ്റായിട്ടൊന്നും പറയാനില്ല. കാരണം പുള്ളിക്കാണെങ്കിൽ നല്ലൊരു വേഷം നൽകിയ ഒരാളാണ് ബ്രൈറ്റ്. പിന്നെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാരണം തെളിക്കട്ടെ. പക്ഷെ ബ്രൈറ്റ് ഫോൺ വിളിച്ചതോ ഒന്നും നമുക്കത് പറയാൻ പറ്റില്ല. കാരണം എന്താണ് വിളിച്ചതെന്ന് അവളുമായിട്ട് കളിയാണ് അഡ്ജസ്റ്റ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് പല രീതിയും പറഞ്ഞു. കളിയൊന്നും പക്ഷെ നമ്മള് ഞാൻ പറഞ്ഞു ഓക്കെ അവളായിട്ട് കളിയില്ലേ, ഓക്കെ അവളായിട്ട് ബന്ധപ്പെടലൊന്നുമില്ല, പ്രൊമോഷനല്ല. പക്ഷെ ബ്രൈറ്റിനെ കുറിച്ച് എനിക്കറിയത്തില്ല. കാരണം ബ്രൈറ്റ് എൻ്റെ അടുത്ത് മാന്യമായിട്ടാണ് പെരുമാറിയത്. അപ്പൊ ബ്രൈറ്റിനെ കുറിച്ച് എനിക്ക് തെറ്റായിട്ട് പറയുന്നതാണ്. ഓക്കെ അതോടെ പറഞ്ഞ് നിർത്തുക, കാരണം ഒരുപാട് ടൈമായി. ഇപ്പോൾ ഞാൻ ഒരു സെലിബ്രിറ്റി ആണ്. ഞാൻ പല പെമ്പിളാരുടെ കൈ പിടിച്ച് നടക്കാറുണ്ട്. കാരണം സെലിബ്രിറ്റി ആകുമ്പോൾ ഒന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യും. കാരണം ചിഞ്ചു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി നമ്മുടെ കൂടെ ലുലു മാളിൽ മൊത്തം കൈ പിടിച്ച് നടന്നതാണ്. എന്നിട്ട് കൂടി മോശമായൊരു വാക്കോ മോശമായൊരു പ്രവൃത്തിയോ നമ്മൾ ചെയ്തിട്ടില്ല. മനസ്സിലായോ? അവൾ വരെ വിളിച്ചു പറഞ്ഞു, എന്നോട് നീ എൻ്റെ കൂടെ ലുലു മാളിൽ ഒരു ദിവസം ഫുള്ള് നമ്മൾ കറങ്ങിയാണല്ലോ, എന്നിട്ട് നമ്മൾ ഒരു മോശമായിട്ടുള്ള പ്രവണതയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ പെണ്ണ് അല്ല ഇതിൽ കാര്യം. ഒരു പെണ്ണ് നമ്മളെ കാണുമ്പോൾ, അതും 23 വയസ്സുള്ള ഒരാള് 39 വയസ്സുള്ള ആള് നമ്മളോട് പെരുമാറുമ്പോൾ പെരുമാറ്റ രീതിയാണ് ആദ്യം വിശുദ്ധ. സ്വന്തം ശരീരത്തെ വിശുദ്ധമാക്കാൻ നോക്കുക, മൈൻഡ് വിശുദ്ധമാക്കാൻ നോക്കുക. അപ്പോൾ യാതൊരു പ്രശ്നം. ഇനിയും നമ്മളെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന പല പെണ്ണുങ്ങളും നമ്മളെ കാണുമ്പോൾ തന്നെ കാമത്തോടെ നോക്കരുത്. അതാണ് പറയാനുള്ളത്. നമ്മൾ ഇനിയും ആൾക്കാരുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ കൈയും പിടിച്ച് പെണ്ണുങ്ങൾക്കൊപ്പം നടക്കും. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മളിനി തിയേറ്ററിൽ ആരെയും കയറ്റിക്കൊണ്ടുപോകില്ല. കാരണം മതിയായി. തിയേറ്ററിൽ ചിലപ്പോൾ വനിതാ തിയേറ്ററിൽ പോകും, കുറച്ച് കേസിന്റെ ഒക്കെ ഇഷ്യൂ കഴിഞ്ഞിട്ട് വനിതാ തിയേറ്ററിൽ പോകും, റിവ്യൂ മാത്രം പറഞ്ഞു പോവുക, നല്ല രീതിയിൽ പോവുക. റീൽസ് വല്ലപ്പോഴൊക്കെ ചെയ്യും. ഇനി നൃത്തത്തില്ല. ഇപ്പോൾ ഷാനിക സമ്മതിച്ചാൽ ഇനിയും നമുക്ക് ഷാനിക ഇനിയും ചെയ്യാൻ റെഡിയല്ലേ ഡാൻസ് ചെയ്യാൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത തെറ്റുകൾ പരസ്പരം ഇതിനെ പ്രതി നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിക്കുമെന്നെങ്കിൽ റിയ, അല്ലെങ്കിൽ പള്ളിയുമായിട്ട് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുക ഈ കല്യാണ വിഷയങ്ങൾ. അത് ഇത്ര ഏജ് ഡിഫറൻസ് ഉള്ള ആളുടെ കൂടെ ഒരിക്കലും ചർച്ച സമ്മതിക്കത്തില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് നന്ദി. ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടും ഉള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. പറഞ്ഞു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.